ഹായ് നമസ്കാരം. സഹകാരി റേസ് പ്ലസിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. ഇതാ നമ്മുടെ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇതാ എത്താറായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഇപ്പോഴേ തുടങ്ങിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്ന അതിമനോഹരമായ ഒരു പോസ്റ്റ് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒത്തുപിടിക്കുകയാണ്, നമ്മൾ ഒരുമിച്ച് പിടിക്കുകയാണ് എങ്കിൽ നമ്മുടെ ലക്ഷ്യം എന്താണോ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ദാ നമ്മുടെ കൂടെ പോരും അല്ലേ. യെസ്, നമുക്ക് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുമ്പോൾ ഒരു ഹൈ ക്വാളിറ്റി ജോബ് തന്നെയാണ്. അപ്പോൾ ആ ജോബിലേക്ക് നമുക്ക് എത്തിച്ചേരുന്നതിന് നമ്മൾ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് പഠിക്കുന്ന ടോപ്പിക്ക് മാത്രം പോരാ, നമ്മൾ അതിൻ്റെ ടയർ 1 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രിലിംസിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ജനറൽ ഇൻ്റലിജൻസ് കൂടി നമുക്ക് ആവശ്യമാണ്. അതായത് നമ്മളെ മാത്സിൽ പറയും പോലെ നമ്മൾ റീസണിങ് കൂടി നമുക്ക് ആവശ്യമാണ്. അവിടെ നമുക്ക് അനലോഗി ആൻഡ് സിമിലാരിറ്റി ഉണ്ട്, അതുപോലെ തന്നെ സ്പേസ് വിഷ്വലൈസേഷൻ ഉണ്ട്, കുറച്ച് പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഉണ്ട്, കുറച്ച് ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്, വിഷ്വൽ മെമ്മറി ഉണ്ട്. അങ്ങനെ ഒരു ലോഡ് ടോപ്പിക്കുകൾ ചേരുന്ന, ഒരു ലോഡൊന്നുമില്ല, വളരെ ചുരുക്കം ടോപ്പിക്കുകളേ ഉള്ളൂ എങ്കിൽ കൂടിയും നമുക്ക് 10 മാർക്കിനുള്ള ടോപ്പിക്ക് നമുക്ക് എവിടെ പഠിക്കണം, നമുക്ക് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യണം, നമ്മൾ പഠിക്കണം. യെസ്, അപ്പോൾ നമ്മൾ ആരംഭിക്കാൻ പോവുകയാണ്. നിരവധി ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷകളിൽ, കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷകളിൽ നമ്മളോടൊപ്പം ആത്മാർത്ഥമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നിന്ന ശ്യാം സഹകാരിയോടൊപ്പം നമുക്ക് ഒരുമിച്ച് ഒത്തുചേർന്ന് നമുക്ക് എന്ത് തുടങ്ങാം, നമുക്ക് സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ ലെവലുള്ള എക്സാമുകൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ആത്മാർത്ഥമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ, അതായത് കാട്ടിലെ സിംഹത്തിനെ പോലെയുള്ള ഒരു ലക്ഷ്യബോധം നമുക്കുണ്ട് എങ്കിൽ, ഇപ്പോൾ എന്താ ഈ കാട്ടിലെ സിംഹത്തിൻ്റെ പ്രത്യേകത? കാട്ടിലെ സിംഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തുവാ? അദ്ദേഹം ഒരാളെ ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അയാൾ അതിനിടയ്ക്ക് വീഴുകയോ മറിഞ്ഞു വീഴുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ അദ്ദേഹത്തിന് ഉണ്ടാകുന്നു എങ്കിൽ പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, അത് മൈൻഡ് ചെയ്യുന്നില്ല. അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് അദ്ദേഹം എത്താൻ വേണ്ടിയുള്ള ശ്രമം അദ്ദേഹം നടത്തും. ആരാ? കാട്ടിലെ സിംഹം അല്ലേ. അതുകൊണ്ടാണ് കാട്ടിലെ സിംഹം എന്തായി മാറിയത്? തന്നെക്കാൾ തന്നെക്കാൾ പൊക്കം കൂടിയ ജിറാഫ് ഉണ്ടായിട്ടും, തന്നെക്കാൾ വേഗതയിലോടുന്ന ചീറ്റയുണ്ടായിട്ടും, തന്നെക്കാൾ ബുദ്ധിയുള്ളവരുണ്ടായിട്ടും കാട്ടിലെ രാജാവ് ആരാ? സിംഹം. എന്താ? അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിനെ മാത്രം അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഒരു മാനെ കണ്ടു, മാനെ പിടിക്കാൻ വേണ്ടി പോകുന്നു, ഇതിനിടയിൽ ഒരു വലുതിനെ കണ്ടു, ഒരു ചെറുതിനെ കണ്ടു, ഒരു പോത്തിനെ കണ്ടു, എന്ത് ചെയ്യില്ല, സിംഹം അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കത്തില്ല. സിംഹം ഏതിനെയാണോ താൻ ആദ്യം ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും അല്ലേ. യെസ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ലക്ഷ്യം സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറാണ്. നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇന്ന് തന്നെ എന്ത് ചെയ്യാം, ഇന്ന് നമുക്കൊരു ടോപ്പിക്ക് പഠിച്ചങ്ങ് തുടങ്ങാം അല്ലേ. ഇന്ന് നമ്മളൊരു ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ ഇതിനകത്ത് പറയുന്ന ആദ്യത്തെ ടോപ്പിക്ക് ഏതാണ്? അനലോഗി ഓർ സിമിലാരിറ്റീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനാണ് പോകുന്നത്. ഓക്കെ, എന്തുകൊണ്ട് നമുക്ക് അനലോഗി ആൻഡ് സിമിലാരിറ്റീസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് കഴിഞ്ഞ എക്സാമിന് ഇപ്പോൾ ലാസ്റ്റ് നടന്ന ഫുഡ് സേഫ്റ്റി, അതായത് നമ്മുടെ സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിൽ നടന്ന 4 ചോദ്യങ്ങൾ എവിടെ നിന്ന് തന്നെയായിരുന്നു? അനലോഗി ആൻഡ് സിമിലാരിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് ചോദിച്ചത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ നമ്മളെ പ്രിപ്പറേഷൻ വരും എക്സാമുകളിൽ 10 ചോദ്യങ്ങളിൽ 4 ചോദിച്ചത് അല്ലേ. 10 ചോദ്യങ്ങളിൽ 4 എന്തിൽ ചോദിച്ചിരിക്കുന്നു? അനലോഗി ആൻഡ് സിമിലാരിറ്റി ചോദിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം വരും എക്സാമുകളിലും 3, 4, 5 ചോദ്യങ്ങൾ ചോദിക്കാം. നമുക്ക് മാർക്ക് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നു അനലോഗി ആൻഡ് സിമിലാരിറ്റി. അപ്പോൾ അനലോഗി ആൻഡ് സിമിലാരിറ്റിയിൽ നമുക്ക് പല വെറൈറ്റിയിലുള്ള അനലോഗീസ് ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നു എങ്കിൽ നമ്പർ റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, വേർഡ് റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്, ആൽഫബറ്റ്സും നമ്പറും കൂടെ ചേർന്നുള്ളതുണ്ട്. ഓക്കെ, അങ്ങനെ പല വെറൈറ്റിയിലുള്ള ക്വസ്റ്റ്യൻസുകളുണ്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ അരിത്തമെറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നമ്മുടെ റീസണിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് എവിടെ ചോദിച്ചിട്ടുള്ളത്?
കഴിഞ്ഞ എക്സാമുകൾക്കെല്ലാം ചോദിച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് അടിക്കാൻ പറ്റുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താ നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രത്യേകത? നമ്മൾ കൺസെപ്റ്റ് അങ്ങോട്ട് തരും. കൺസെപ്റ്റ് അങ്ങോട്ട് തന്നതിന് ശേഷം ഇതിനു മുമ്പ് ഫുഡ് സേഫ്റ്റി ഓഫീസറിനും അതുപോലെ തന്നെ മറ്റ് ആ ലെവലിലുള്ള മറ്റ് SSC പരീക്ഷകൾക്കും ചോദിച്ച ആയിരക്കണക്കിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അങ്ങോട്ട് തരും. നിങ്ങളത് എന്ത് ചെയ്യും? നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളത് വർക്ക് ചെയ്യും. നിങ്ങൾക്ക് ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ലൈവിൽ അങ്ങോട്ട് എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്ത് നിങ്ങൾക്കത് ക്ലിയർ ചെയ്യും. നമ്മൾ പറയുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ ഡിസ്കസ് ചെയ്യും, അത് ചോദിക്കും എന്ന് ഉറപ്പാണ്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ ഒരു പ്രിപ്പറേഷൻ ലെവൽ ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ശ്യാം സഹകാരിയോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ ആരംഭിക്കാം. യെസ്, അപ്പോൾ നമ്മൾ എടുക്കുന്ന ആദ്യത്തെ ടൈപ്പ് വേർഡ് അനലോഗിയാണ്. എന്താണ് വേർഡ് അനലോഗിയുടെ ആ ഒരു സെറ്റപ്പ് നമുക്ക് നോക്കാം. നോക്ക്, എൻ്റെ ഒരു ചോദ്യമുണ്ട്. ടച്ച് കഴിഞ്ഞിട്ട് ഒരു 2 കുത്തിട്ടിരിക്കുന്നു, ഫീൽ അത് കഴിഞ്ഞിട്ട് ഒരു 4 കുത്തിട്ടിരിക്കുന്നു അല്ലേ? ഗ്രീറ്റ് എന്താണ് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ വേറെ ഒന്നും നിങ്ങൾ നോക്കാനില്ല. നിങ്ങൾ നോക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. നോക്ക്, ഞാൻ ഈ ടച്ച് ഫീലുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു, അതേ റിലേഷൻ ആയിരിക്കണം ഗ്രീറ്റിനോട് ചേർന്ന് വേണ്ടത്. ടച്ച് ഫീലിനോട് എങ്ങനെയാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ ആയിരിക്കണം ഗ്രീറ്റ് അടുത്ത വേർഡിനോട് റിലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ സ്മൈലുണ്ട്, അക്നോളജ് ഉണ്ട്, സക്സസ് ഉണ്ട്, മാനേഴ്സ് ഉണ്ട്. ഏതായിരിക്കും നമ്മുടെ ടച്ച് ഫീലുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്കവിടെ അക്നോളജ് ആണ് അല്ലേ? എങ്ങനെയാണ് വന്നത്? നമുക്കിവിടെ ആൻസർ വരുന്നത് അക്നോളജ് ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. എന്താ കാര്യം? എ ടച്ച് ഹാസ് ഫീലിംഗ് എഫക്റ്റ്. നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? അതൊരു ഫീലിങ്സ് ഉണ്ടാവും. അതുപോലെ ഗ്രീറ്റിന് എന്താണ്? ഒരു അക്നോളജ്ഡ് ആണ് ഉണ്ടാവുന്നത്. സോ ഒന്നാമത്തെ ആൻസർ നമ്മൾ എന്ത് ചെയ്തു? സെറ്റ് ചെയ്തു. അപ്പം എന്താ അനലോഗി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവന്മാരെ റിലേഷൻ എങ്ങനെയാണോ ടച്ച് ഫീല് വന്നിരിക്കുന്നു, ഗ്രീറ്റ് അതേ റിലേഷൻ. ടച്ചും ഫീലും തമ്മിലുള്ള റിലേഷൻ ഗ്രീറ്റും അക്നോളജും തമ്മിലുള്ള റിലേഷനും ഒന്നാണ്. കണ്ടോ, നമ്മൾ അടിച്ചു. ഇതാണ് സെറ്റപ്പ്. ഈസി അല്ലേ സാധനം? പഠിക്കാൻ ഈസി, സംഭവം ഈസിയാണ്. നമ്മൾ ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടി. ഇതുപോലത്തെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേർഡ് അനലോഗി നമുക്ക് സ്വന്തമായി. ഓക്കെ, നമുക്ക് നോക്കാം. മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഹൗസ് അത് റൂം. വീട്ടിൽ എന്തുണ്ട്? റൂമുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ വേൾഡ് ലോകത്തിൽ എന്തുണ്ടായിരിക്കും? ലാൻഡാണോ, സണ്ണാണോ, എയർ ആണോ, നേഷൻ ആണോ? തിരിഞ്ഞും പിരിഞ്ഞും നോക്കില്ല. ആൻസർ എന്തുവാ? നേഷൻ. വീട്ടിൽ റൂമുകൾ ഉണ്ടെങ്കിൽ ലോകത്തിൽ രാജ്യങ്ങളാണേ ഉള്ളത്. ആണോ അല്ലയോ? യെസ്, അതെ. റൂം ഈസ് എ പാർട്ട് ഓഫ് ഹൗസ്. റൂം എന്ന് പറയുന്നത് വീടിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. അതുപോലെ തന്നെ സിമിലർലി നേഷൻ ഈസ് എ പാർട്ട് ഓഫ് ദ വേൾഡ്. നമ്മുടെ ലോകത്തിൻ്റെ ഒരു പാർട്ട് തന്നെയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ നേഷൻ. കൺസെപ്റ്റ് അങ്ങോട്ട് സെറ്റായല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലാ? ഒന്നുമില്ല. കാർബൺ, ഡയമണ്ട്. കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള ഒരെണ്ണം അല്ലേ? കാർബൺ, ഡയമണ്ട്. എന്നാൽ കൊറണ്ടം എന്താണ് എന്നുള്ളതാണ് അറിയേണ്ടത്. നമുക്കറിയാം ഡയമണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് കാർബൺ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ കൊറണ്ടോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നുള്ളതാണ്. നോക്കാം. ഡയമണ്ട് ഈസ് എ ട്രാൻസ്പാരന്റ് പ്രിഷ്യസ്. വില കൂടിയ സാധനമാണ്. ആര്? സ്റ്റോൺ ഓഫ് പ്യുവർ കാർബൺ. പ്യുവർ കാർബണിന്റെ വില കൂടിയ ഒരു എന്താണ് ഒരു ട്രാൻസ്പാരന്റ് ആയിട്ടുള്ള സ്റ്റോൺ ആണ് ആരെന്ന് പറയുന്നത്? ഡയമണ്ട്. അതുപോലെ തന്നെ സിമിലർലി കൊറണ്ടം ഈസ് ഈക്വലന്റ് ടു റൂബി. എന്തിന് ഈക്വൽ ആണ്? ഇതേ കൺസെപ്റ്റ് പ്രകാരം കൊറണ്ടത്തിന്റെ ഇതിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു സാധനമേ ഇവിടെ ഉള്ളൂ. എന്താണ് അത്? റൂബിയാണ്. ഗ്രാനൈറ്റ് അല്ല, അതുമല്ല, പേളല്ല, വേറെ ഒന്നുമല്ല. അപ്പം എന്തായിരിക്കും? റൂബിയാണ് നമുക്കവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കണക്ട് ചെയ്യാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, സംഭവം ഈ രീതിയിൽ നമ്മൾ അപ്പോൾ ഇതിലെനിക്ക് ഈ കൺസെപ്റ്റ് മാത്രം അങ്ങോട്ട് പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് സംഭവം പിടി കിട്ടി. വേറെ ഒന്നും എനിക്ക് പറയാനില്ല.
ഇവൻ്റെ റിലേഷൻ എന്താണോ അതേപോലെ ആയിരിക്കും എന്ത് ചെയ്യേണ്ടത് അടുത്ത ആളിൻ്റെ റിലേഷനും എന്നുള്ളത് മാത്രം നമ്മൾ മനസ്സിലാക്കുക. ദാറ്റ്സ് ഓൾ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കൺസെപ്റ്റ് അങ്ങോട്ട് തന്നു. പക്ഷേ കൺസെപ്റ്റ് കിട്ടിയോണ്ട് നമുക്ക് ഉപയോഗമുണ്ടോ? ഉപയോഗം കുറവാണ്. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യുന്നോ അത്രത്തോളം നിങ്ങൾ സെറ്റാവും. അതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് സ്മോക്ക് അത് പൊല്യൂഷൻ, അങ്ങനെയാണെങ്കിൽ വാർ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അതായത് സ്മോക്ക് എന്ന് പറയുമ്പോൾ പൊല്യൂഷൻ, അതായത് പുക എന്തുണ്ടാക്കുന്നു? പൊല്യൂഷൻ ഉണ്ടാക്കുന്നു, വായുമലിനീകരണം ഉണ്ടാക്കുന്നുവെങ്കിൽ വാർ എന്തുണ്ടാക്കും? യുദ്ധവുമായി നോക്കുമ്പോൾ യുദ്ധം ചിലപ്പോൾ വിക്ടറി ഉണ്ടാക്കും, ചിലപ്പോൾ പീസ് ഉണ്ടാക്കും, ചിലപ്പോൾ ട്രീറ്റി ഉണ്ടാക്കും, ചിലപ്പോൾ ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കും. എന്താ ഇവിടെ ശരിക്കും സംഭവിക്കണേ? ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് വിക്ടറി ഉണ്ടാവുമെങ്കിലും അപ്പുറത്തെ വശം എന്ത് ചെയ്യും? ഈ ഒരു റിലേഷൻ ഇല്ല. സ്മോക്കിനുണ്ടാകുന്ന ഒരു നെഗറ്റീവ് ഇംപ്രഷനാണ് എന്ന് പറയുന്നത് പൊല്യൂഷൻ. അതായത് സ്മോക്കിലൂടെ എന്ത് ചെയ്യുന്നു? എയർ എന്ത് ചെയ്യുന്നു? മൊത്തം പൊല്യൂട്ട് ആവുന്നു. അതുപോലെ തന്നെ വാറിലൂടെ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ സ്മോക്ക് ലീഡ്സ് ടു പൊല്യൂഷൻ, സിമിലർലി വാർ ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, ഡി ആണ് റൈറ്റ് ആൻസർ. സെറ്റാക്കി. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഗുഡ് ബാഡ് റൂഫ് ഡാഷ്. ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത്, ബാഡ് എന്ന് പറഞ്ഞാൽ മോശം. അപ്പൊ എന്താ അവിടെ വിപരീത പദമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഗുഡിന്റെ ഓപ്പോസിറ്റ് ബാഡ് ആണെങ്കിൽ റൂഫിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഉള്ളത് ആരായിരിക്കും? വാൾസ് ഉണ്ട്, പില്ലേഴ്സ് ഉണ്ട്, ഫ്ലോർ ഉണ്ട്, വിൻഡോ ഉണ്ട്. വിൻഡോ അല്ല, പില്ലർ അല്ല, വാൾസ് അല്ല. സ്വാഭാവികമായിട്ട് അവിടെ എന്തായിരിക്കും ആൻസർ വരേണ്ടിയത്? റൂഫിന്റെ ഓപ്പോസിറ്റ്, മുകളിലെ റൂഫ്, താഴെ എന്തുണ്ട്? ഫ്ലോർ. അതിന്റെ ഓപ്പോസിറ്റ് ഫ്ലോർ ആണ്. യെസ്, നോക്ക്, ദ സെക്കൻഡ് ടേം ഈസ് അന്റോണിം ഓഫ് ദ ഫസ്റ്റ് ടേം. വിപരീത പദമാണെന്ന് ഞാൻ പറഞ്ഞു. ഹെൻസ് അങ്ങനെയാണെങ്കിൽ റൂഫിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ആരായിരിക്കണം? ഫ്ലോർ ആയിരിക്കണം. അപ്പൊ കുറച്ച് അന്റോണിംസ് നമ്മൾ പഠിച്ചു വെക്കണം എന്ന് മനസ്സിലാക്കി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്ക്, ലയൺ, ഡെൻ, റാബിറ്റ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഓരോരുത്തരുടെ താമസ സ്ഥലം കൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെക്കണം. ജീവികളുടെ താമസ സ്ഥലം കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വെച്ചേ പറ്റൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എങ്കിൽ നോക്കാം. ഹോളുണ്ട്, പിറ്റുണ്ട്, ബ്രോ ഉണ്ട്, അതുപോലെ തന്നെ ട്രെഞ്ച് ഉണ്ട്. അപ്പൊ എവിടെ ആയിരിക്കും റാബിറ്റിന്റെ താമസ സ്ഥലം? നോക്കാം. ദെൻ ഹാബിറ്ററ്റ് മീൻസ് ലിവിങ് പ്ലേസ്. എവിടെയാണോ ഒരാൾ താമസിക്കുന്നത്, ഇപ്പോ ലയൺ താമസിക്കുന്നത് എവിടെയാണ്? ഡെന്നിലാണ് താമസിക്കുന്നത്. ഓഫ് ലയൺ ഈസ് കോൾഡ് ഡെൻ. സിമിലർലി ദ ലിവിംഗ് പ്ലേസ് ഓഫ് റാബിറ്റ് ഈസ് ബുറോ. ബുറോ എന്താണ്? ബുറോ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ലയൺ എവിടെയാണ്? ഗുഹയിലാണ് താമസിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ റാബിറ്റ് എവിടെയായിരിക്കും? ദ ഓപ്ഷൻ 3 ഈസ് ബുറോ ആണ് നമുക്ക് വരുന്ന ആൻസർ. അപ്പോൾ നമുക്ക് ഇവിടെ എന്തും കൂടെ മനസ്സിലാക്കേണ്ടി വരുന്നു. നമ്മൾ ഓരോരുത്തരുടെ ഓരോ ജീവികളുടെ താമസ സ്ഥലം കൂടി നമ്മൾ പഠിക്കണം. ഓക്കെ, വെറുതെ പറ്റത്തില്ല. കുറച്ച് താമസ സ്ഥലങ്ങൾ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ജീവികളുടെ ചെറുപ്പവും നമ്മൾ പഠിച്ചേ പറ്റൂ കേട്ടോ. അതും കൂടി നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. എന്താണ് നോക്കാം. ഇപ്പോൾ നോവൽറ്റി, അടുത്തൊരു ക്വസ്റ്റ്യൻ ആണേ. നോവൽറ്റി എന്ന് പറയുമ്പോൾ ഓൾഡിനെസ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ന്യൂനെസ് എന്ന് പറഞ്ഞാൽ എന്തുവാണ് എന്നുള്ളതാണ്. നമ്മൾ അവിടെ മോഡലുണ്ട്, ആൻറ്റിക്വിറ്റി ഉണ്ട്, ഡിസ്കവറി ഉണ്ട്, കൾച്ചർ ഉണ്ട്. അപ്പോൾ ഇതിന്റെ ആൻസർ എനിക്ക് തോന്നുന്നത് ആൻറ്റിക്വിറ്റി ആണ്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. ആൻറ്റിക്വിറ്റി ഈസ് ദ റൈറ്റ് ആൻസർ എന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്ന് നോക്കാം. നോവൽറ്റി മീൻസ് ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ന്യൂ, ഡിഫറൻസ് ഓഫ് സ്ട്രേഞ്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓൾഡിനെസ് ഷോ ജസ്റ്റ് ഓപ്പോസിറ്റ് മീനിങ് ഓഫ് നോവൽറ്റി. ഉണ്ടോ? ഞാൻ പറയുന്നതാണ് ഓൾഡിനെസ് ഷോസ് എന്ന് പറയുന്നത് എന്താണ്? ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് നോവൽറ്റി. നോവൽറ്റിയുടെ ഓപ്പോസിറ്റ് ആണ് ആരെന്ന് പറയുന്നത്? ഓൾഡിനെസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ന്യൂനെസിന്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ആന്റിക്വിറ്റി മീൻസ് ദ ആൻഷ്യന്റ് പാസ്റ്റ്, ആൻ ഒബ്ജക്ട് എന്താണ്? ഫ്രം ആൻഷ്യന്റ് ടൈംസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ന്യൂനെസിന്റെ ഓപ്പോസിറ്റ് എന്താണ് വരേണ്ടിയത്?
അവിടെ നമുക്ക് ആൻറ്റിക്വിറ്റിയാണ് വരേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ അനലോഗി ആൻഡ് സിമിലാരിറ്റി. ഇപ്പം എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പം നോക്കുക, അടുത്ത നോക്കിയേ, ഡിറ്റക്റ്റീവ് ഇൻഫോമർ, റിപ്പോർട്ടർ. ഇപ്പോൾ ഡിറ്റക്റ്റീവിന് ആരുണ്ട്? ഡിറ്റക്റ്റീവിന് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ആൾക്കാർ എന്താണ് ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരെ ഇൻഫോമർ എന്നാണ് പറയുന്നത്. അപ്പോൾ റിപ്പോർട്ടറിന് എന്താ ഉള്ളത്? അവിടെ സോഴ്സ് ഉണ്ട്, എഡിറ്റോറിയൽ ഉണ്ട്, ന്യൂസ് ഉണ്ട്, എസ്സേ ഉണ്ട്. അപ്പോൾ എവിടെ നിന്നാണ് റിപ്പോർട്ടർ? നമ്മൾ കണ്ടിട്ടില്ലേ നമ്മുടെ എന്താണ് ഈ ഫ്ലവേഴ്സ് ചാനലിലൊക്കെ ഇരുന്ന് നമ്മുടെ സോഴ്സ് വെളിപ്പെടുത്തും. ഇപ്പോൾ നികേഷ് കുമാർ ആണെങ്കിൽ പറയും എന്താണ് നമ്മുടെ സോഴ്സ് വെളിപ്പെടുത്തു എന്നൊക്കെ പറയുന്നതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? യെസ്, പറയൂ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ വിവരങ്ങൾ കിട്ടിയത്? നിങ്ങൾ ആ സോഴ്സ് നിങ്ങൾ വെളിപ്പെടുത്തു എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ റിപ്പോർട്ടറിന് കിട്ടേണ്ടത് എന്താണ്? എവിടെ നിന്നാണ് കിട്ടുന്നത്? സോഴ്സ് ആണ്. അവർക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നത് എവിടെ നിന്നാണ്? സോഴ്സ് ആണ്. അപ്പോൾ നോക്കാം, ഡിറ്റക്റ്റീവ് എന്താണ്? കളക്ട്സ് വൈറ്റൽ ഇൻഫർമേഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻഫോമർ. ഇൻഫോമറിന്റെ സഹായത്തോടെയാണ് വൈറ്റൽ ഇൻഫർമേഷൻസ് ആർക്ക് കിട്ടുന്നത്? നമ്മളെ ഡിറ്റക്റ്റീവിന് കിട്ടുന്നത്. അതുപോലെ സിമിലർലി റിപ്പോർട്ടർ കളക്ട്സ് ന്യൂസ് ഫ്രം സോഴ്സ്. എവിടെ നിന്നാണ് എടുക്കുന്നത്? അത് സോഴ്സ് എന്നാണ് പറയുന്നത്. കണ്ടോ? അപ്പോൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് വേർഡ് അനലോഗിയാണ്. ഒരെണ്ണം നമുക്ക് നോക്കാം. ജെന്യൂൻ ഉണ്ട്, എന്തറ്റിക് ഉണ്ട്. മിറാജ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം എന്തായിരിക്കും ആൻസർ. ജെന്യൂൻ മീൻസ് റിയൽ, നോട്ട് ആർട്ടിഫിഷ്യൽ, സിൻസിയർ, ഹോണസ്റ്റ് എക്സെട്ര. അപ്പോൾ ജെന്യൂൻ എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള സംഭവമാണ്, ഒരിക്കലും എന്തല്ല ആർട്ടിഫിഷ്യൽ അല്ല, അല്ലെങ്കിൽ എന്താണ് അത് സിൻസിയർ ആണ്, അല്ലെങ്കിൽ എന്തായിരിക്കും നമുക്ക് ഹോണസ്റ്റ്. അപ്പോൾ ഇതിന്റെ മീനിങ് എല്ലാം എന്ത് തന്നെയാണ് പറയുന്നത്? എന്തൊക്കെ പറയാം? നോട്ട് ആർട്ടിഫിഷ്യൽ എന്ന് പറയാം, അതുപോലെ റിയൽ എന്ന് പറയാം, അതുപോലെ തന്നെ സിൻസിയർ ആണ്, ഹോണസ്റ്റ് ആണെന്ന് പറയാം. നമുക്ക് ഓതന്റിക് മീൻസ് നോൺ ടു ബി ട്രൂ ഓർ ജെന്യൂൻ. ട്രൂ ഓർ ജെന്യൂൻ ആണ് എന്തിന്റെ മീനിങ് എന്ന് പറയുന്നത്? ആന്തറ്റിക്കിന്റെ മീനിങ്. അപ്പോൾ മിറാജ് എന്താന്ന് നോക്കാം. ദിസ് ജീനിയസ് ആൻഡ് ഓതന്റിക് ആർ സിനോണിംസ് ടു ഈച്ച് അതർ. സോ ഇതെന്താണ്? രണ്ടും എന്താണ്? ഒരേ അർത്ഥം വരുന്ന വാക്കുകൾ തന്നെയാണ് കേട്ടോ. ജെന്യൂൻ എന്ന് പറഞ്ഞാലും ആന്തറ്റിക് എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ് തന്നെ. എങ്കിൽ മിറാജ് ഈസ് ഇല്യൂഷൻ കോസ്ഡ് ബൈ ഹോട്ട് എയർ കണ്ടീഷൻസ്. അപ്പോൾ മിറാജ് ഈസ് ഇല്യൂഷൻ കോസ്ഡ് ബൈ ഹോട്ട് എയർ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? ഇല്യൂഷൻ ആണ് നമുക്ക് ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഇപ്പൊ രണ്ടും എന്തായിരിക്കണം? ഒരേ വാക്കുകളായിരിക്കണം വരേണ്ടത്. അപ്പൊ നമ്മൾ 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്തിൽ നിന്നാണ്? വേർഡ് അനലോഗിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ 10 ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോകുന്നു. നമ്മൾ നമ്പർ അനലോഗിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? 1 എന്ന് എഴുതിയിരിക്കുന്നത്. നമ്പർ അനലോഗിയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം നമ്പർ അനലോഗി. അപ്പോൾ നമ്മൾ വേർഡ് അനലോഗി, അതിന് നമ്മൾ പല വെറൈറ്റിയിലുള്ള സാധനങ്ങൾ നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിലുള്ള നോട്ട് കൂടി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആ നോട്ട് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ നമുക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, SSCക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് മാക്സിമം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സൊല്യൂഷനും കൂടി നമുക്ക് തരാം. ഡൗട്ട് ഉള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തിലേക്ക് പോവാം? അടുത്ത നമുക്ക് നമ്പർ അനലോഗി. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സാധനമാണ് എന്ന് പറയുന്നത്. അത്ര ഈസി ആയിട്ട് അടിക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല നമ്പർ അനലോഗി എന്ന് പറഞ്ഞാൽ. അപ്പം നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടാലേ പറ്റുള്ളൂ. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? നമ്പർ അനലോഗി നമുക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്പർ അനലോഗി ടൈപ്പിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ഉണ്ട്. എന്താണ്? 3 243 ആയി. 3 എന്ന് പറയുന്നത് 243 ആയി. 3 എങ്ങനെയാണോ 243 എന്ന് പറയുന്ന നമ്പറിലേക്ക് വന്നത്, അതുപോലെ നമുക്ക് 5നെയും കൂടി കണക്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ ജോലി. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ 3 243 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിയേ 3⁵5 എത്രയെന്ന് നോക്കി. ചുമ്മാ നോക്കാം 3⁵5 എത്രയാണ് നമുക്ക് ജസ്റ്റ് നോക്കാം. 3⁵5 എന്ന് പറഞ്ഞാൽ 3 × 3 × 3 × 3 ആണേ. അപ്പോൾ ഓക്കെ, അപ്പോൾ 3 × 3 9, വീണ്ടും 3 × 3 9 × 3 എത്ര കിട്ടും? 9 × 9 81, 81 × 3 243. സെറ്റാണല്ലോ. അപ്പോൾ 3⁵, അപ്പോൾ 3⁵ എത്രയാണ്?
5 ഏതെന്ന് പറയുന്നത് 243 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? 5/5 ആയിരിക്കണം എന്തെന്ന് പറയുന്നത് ഇവിടെ വരേണ്ട വാല്യൂ. 5/5 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ എന്തായിരിക്കണം? ഓപ്ഷൻ എന്തായാലും ഇത് വരാൻ സാധ്യതയില്ല. 1s പ്ലേസ് 5 വരാൻ സാധ്യതയുള്ളൂ. 5/5 ആകുമ്പോൾ ഓപ്ഷൻ ആണ് 1s പ്ലേസ് എന്തായിരിക്കും? 5 ആയിരിക്കും വരാനുള്ളത്. അപ്പോൾ ഇതല്ല സാധ്യത. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇങ്ങനെ ചെയ്യാം. 5/5 എഴുതാം. 5 × 5 × 5 × 5 × 5 ഞാൻ എഴുതി. ഓക്കെ, ഇനി 5 × 5 ചെയ്യുമ്പോൾ 25, വീണ്ടും 5 × 5 ചെയ്യുമ്പോൾ 25, വീണ്ടും ഒരു 5 ഉണ്ട്. അപ്പോൾ 25 ചെയ്യുമ്പോൾ തന്നെ നമുക്ക് 625 വന്നു. അപ്പോൾ ഏതിന് പുറത്ത് പോയി? ഈ 405-നും പുറത്ത് പോയി, 465-നും പുറത്ത് പോയി. അപ്പോൾ ആൻസർ എന്താണ്? ചെയ്തില്ലേലും നമുക്ക് പറയാം 3125 ആൻസർ എന്ന് പറയാം. കണ്ടോ, മുഴുവൻ ചെയ്യേണ്ട ആവശ്യമില്ല. 625-ന് പുറത്ത് പോയി കഴിഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് പറയാം 625 × 5 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? 3125 കണ്ടല്ലോ, സെറ്റായി. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് നമ്മളെ റിലേഷൻ എങ്ങനെയാ? ഞാൻ എങ്ങനെയാ പറഞ്ഞേ? ഇപ്പോൾ 3 എന്ന് പറയുന്നത് എന്തായി? 243 അപ്പോൾ ഇത് നമ്മൾ എന്ത് മനസ്സിലാക്കി? 3/5 എന്തെന്ന് പറയുന്നത് 243. അതുപോലെ 5 എന്ന് പറയുന്ന സാധനത്തിന് 5/5 കണ്ടുപിടിച്ചു, 3125 ആൻസർ എന്ന് പറഞ്ഞു. ഓപ്ഷൻ 3 ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നതെന്ന് പറയാം. കണ്ടോ, ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇപ്പോൾ 6 18 4 എത്രയാവും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ 6-നെ എങ്ങനെ 18-ലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെ? 6-നെ ഏതൊക്കെ രീതിയിൽ 18 കൊണ്ടുവരാം? 6 × 3 ചെയ്താൽ 18 വരും. അല്ലെങ്കിൽ 6-ന്റെ സ്ക്വയർ എടുത്തു, അത് 36, അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ 18 വരും. അല്ലെങ്കിൽ 6 നിന്ന് 18-ലോട്ട് വരണമെങ്കിൽ 12 കൂട്ടിക്കഴിഞ്ഞാൽ 18 വരും. ഈ 3 രീതിയിൽ നമുക്ക് പ്രധാനമായിട്ട് പറയാം ഈ 18 വന്നത് എങ്ങനെയാണെന്ന്. ഓക്കെ, അപ്പോൾ ഈ 4-നെ ഈ രീതിയിലെല്ലാം നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. 4 × 3 നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ 12. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? ഇല്ല. അപ്പോൾ അത് ഒഴിവാക്കുക. അപ്പോൾ അതല്ല നമ്മളെ റിലേഷൻ. അടുത്ത നോക്കിയേ, 4-ന്റെ സ്ക്വയർ എടുത്തു. 4-ന്റെ സ്ക്വയർ എടുത്തതിന് ശേഷം നമ്മൾ 4-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 16. 16-ന്റെ പകുതി എന്ന് പറയുന്നത് 8. അങ്ങനത്തെ ഓപ്ഷനകത്തുണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതും അല്ല എന്ന് പറയാം. അടുത്ത നോക്കിയേ, 4-ന്റെ കൂടെ നമുക്ക് 12 കൂട്ടി നോക്കാം. കണ്ടോ, 6-ന്റെ കൂടെ 12 കൂട്ടിയാലും 18 വരൂലേ? അപ്പോൾ 4-ന്റെ കൂടെ 12 കൂട്ടുമ്പോൾ 16. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ 4-ാമത്തെ ഓപ്ഷനാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ 5 36. ഇപ്പോൾ ഈ 5 എന്ന് പറയുന്ന സംഖ്യ 36 എങ്കിൽ 6 എന്ന് പറയുന്ന സംഖ്യ എത്രയായിരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ നോക്കി, ഈ 36 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് സ്കോർ അല്ലേ? പെർഫെക്റ്റ് സ്കോറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശ്രദ്ധിക്കണം. അത് ഏതിൻ്റെ സ്കോറാണ്? അത് 6-ന്റെ സ്കോറാണ്. അപ്പോൾ നോക്കിയേ, 5 കഴിഞ്ഞ് 6-ന്റെ സ്കോർ എടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ 6 കഴിഞ്ഞ് അടുത്ത 7 സ്കോർ എടുക്കണം. 7-ന്റെ സ്കോർ എടുത്ത് 49 എന്ന് നമുക്ക് ആൻസർ പറഞ്ഞൂടെ? പറയാം. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ ഇവിടെ? ഉണ്ടല്ലോ. ഓപ്ഷൻ 3-ാമത്തെ ഓപ്ഷനാണ് 49. സോ 49 ഇവിടുത്തെ റൈറ്റ് ആൻസർ. പക്ഷേ ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ചിന്തിച്ച് ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ആൻസറിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ ചുമ്മാ പറ്റുമോ? ഇല്ല. നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതിനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ തരും. നിങ്ങളെ പ്രാക്ടീസാണ് നിങ്ങളെ മെയിൻ കാര്യം. ഓക്കെ, ഡൗട്ടുള്ളതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. എന്നാലും പ്രാക്ടീസ്. ഇപ്പോൾ നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, 456 15 789 എത്ര? ഒരു 10 നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല. ഇതിൻ്റെ റിലേഷൻ എനിക്കറിയാമെന്നുള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് പറയും. ഇതിൻ്റെ റിലേഷൻ അറിഞ്ഞിടാത്തവരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതികൾ നമുക്ക് ഇതിനകത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റും. ശരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ 456-നെയും 15-നെയും നമ്മൾ റിലേറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സമയത്തൊന്നും ആൻസർ കിട്ടത്തില്ല. ആക്ച്വലി 4 + 5 + 6 6 4 10 15 സമ്മ് ഡിജിറ്റ് സം എടുത്തപ്പോൾ 15. കണ്ട, ഈ സംഖ്യയുടെ ഡിജിറ്റ് സം എടുത്തപ്പോൾ 15. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിജിറ്റ് സം എടുത്തൂടെ? 9 8 17 17 7 24
ഇവിടെ 24 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരണം. ഉണ്ടോ? 24 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. ഈ രീതിയിലാണ് നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ടത്. അടുത്ത നമുക്ക് നോക്കാം. ഇപ്പോൾ 182 എന്ന് പറയുന്നത് എന്താണ് നമുക്ക് അറിയില്ല. പക്ഷേ അവർ 210നെ 380 എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മൾ അനലോഗി ആൻഡ് സിമിലാരിറ്റി അതുപോലെ തന്നെ SSCയുടെ പരീക്ഷകൾ നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞത് 1 to 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബ്, 1 to 10 വരെയുള്ള സംഖ്യകളുടെ ക്യൂബും അതുപോലെ തന്നെ 1 to 25 വരെയുള്ള നമ്പേഴ്സിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് നിങ്ങൾക്ക് കാണാതെ അറിയിരിക്കണം. ഇത് മാത്രമല്ല, അതിനോട് അടുത്ത് കിടക്കുന്ന നമ്പേഴ്സും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സിൻ്റെ ക്യൂബും 1 മുതൽ 25 വരെയുള്ള നമ്പേഴ്സിൻ്റെ പെർഫെക്റ്റ് സ്ക്വയറും അതുമാത്രമല്ല അതിനോട് അടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആക്ച്വലി 210 എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? 210 എന്ന് പറഞ്ഞാൽ 14ൻ്റെ സ്ക്വയറിനോട് നമ്മളൊരു 14 കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? 210 വരുന്നത്. നോക്കിയേ, 14ൻ്റെ സ്ക്വയറിനോട് 14 കൂട്ടാം. 14ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 196. അതിനോടൊരു 14 കൂട്ടി നോക്കിക്കേ, 210. അതുപോലെ 380നെ നമുക്ക് എവിടെ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ 14 25ൻ്റെ അല്ല, 15ൻ്റെ അല്ല, 17ൻ്റെ ആണോ നമുക്ക് നോക്കാം, 18ൻ്റെ ആണോ നമുക്ക് നോക്കാം, 19ൻ്റെ ആണോ നമുക്ക് നോക്കാം, 20ൻ്റെ ആണോ നമുക്ക് നോക്കാം. ഇപ്പോൾ 19ൻ്റെ സ്ക്വയർ ഞാൻ എടുക്കാം. ഇപ്പോൾ 19ൻ്റെ സ്ക്വയർ ഞാൻ എടുക്കുന്നുവെങ്കിൽ 19ൻ്റെ സ്ക്വയർ എത്രയാണ്? 19 × 19 ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനാണ് ചെയ്യണമെങ്കിൽ 81 1 9 അതിൻ്റെ 18 എത്രയാണ്? എനിക്ക് കിട്ടിയത് 1 6 361. അതിൻ്റെ കൂടെ 19 കൂട്ടി നോക്കിക്കേ, നമുക്ക് 380 വന്നില്ലേ? അപ്പോൾ എന്താ ഈ 380 എന്ന് പറഞ്ഞാൽ 19ൻ്റെ സ്ക്വയറിനോട് 19 കൂട്ടിയതാണ് എന്തെന്ന് പറയുന്നത്? ഈ കാണുന്ന 380 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 182 എന്താ സാധനം? 182 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 13ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് 169 അതിനോടൊരു 13 കൂട്ടിക്കഴിഞ്ഞാൽ 169 കേട്ടോ. 169നോട് 13 കൂട്ടിക്കഴിഞ്ഞാൽ 182 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ വരേണ്ട സംഖ്യ ഏതാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്താ പറഞ്ഞേക്കണേ? 13ൻ്റെതുമായി ബന്ധപ്പെട്ടതാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടടുത്തത് നമുക്ക് അറിയില്ല, പക്ഷെ അടുത്തത് പറഞ്ഞിരിക്കുന്നത് 14 15 നോക്കിക്കേ, 14 15 15 അല്ല 14 19 14 19 14 കഴിഞ്ഞ് അടുത്തത് 19 അല്ല, ഇത് 14 പറഞ്ഞിരിക്കുന്നു, അടുത്ത 19 പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാണ്? 5 അപ്പോൾ നമുക്ക് ഇവിടെ 13 ആണെങ്കിൽ അടുത്ത് ഇവിടെ എടുക്കേണ്ട എത്രയായിരിക്കും? 5 കൂടി ഇവിടെ 18ൻ്റെ എടുത്ത് നോക്കാം. 18ൻ്റെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കിട്ടുമല്ലേ? നമുക്ക് നോക്കാം. നമുക്ക് 18ൻ്റെ സ്ക്വയർ എടുത്ത് നോക്കാം. 18ൻ്റെ സ്ക്വയർ 8ൻ്റെ സ്ക്വയർ നോക്കാം. 18ൻ്റെ സ്ക്വയർ എത്രയാണ്? 8ൻ്റെ സ്ക്വയർ 64, 1ൻ്റെ സ്ക്വയർ 1 16 16. ഓക്കെ, 2 224. ഓക്കെ, ഒന്നുകൂടെ നോക്കാം. നമുക്ക് 18ൻ്റെ സ്ക്വയർ എത്രയാണ് നമുക്ക് നോക്കാം. ഞാൻ എവിടെയെങ്കിലും ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടോ നോക്കാം. 18 × 18 ഞാൻ ചെയ്ത് 324 കേട്ടോ വരേണ്ടത്. 324 വരേണ്ടത്. നമുക്ക് നോക്കാം. വെറുതെ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. 7 8 8 8 8 64 4 ശിഷ്ടം 6 1 8 8 8 6 14 then 8 then 1 4 2 3 324 സ്ക്വയർ. ഇത് ചെയ്ത് തെറ്റിപ്പോയി. 324 ഏതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്? നമ്മുടെ 18ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ ഡയറക്റ്റ്ലി നമുക്ക് 324 പറയാം, എങ്കിലും നമ്മൾ 324. ഓക്കെ, 324നോട് എന്ത് കൂട്ടണം? 18 കൂട്ടണം. എന്തുകൊണ്ട്? 18ൻ്റെ സ്ക്വയർ എടുത്തിട്ട് 18 എന്ത് ചെയ്യണം? 18 അതിനോട് ആഡ് ചെയ്യണം അല്ലേ? 8 4 12 1 + 2. അപ്പോൾ 1 + 2 കിട്ടി. ഈ ഓപ്ഷൻ അല്ല, ഈ ഓപ്ഷൻ അല്ല, ബാക്കി 2 ഓപ്ഷനേ ഉള്ളൂ അല്ലേ? 8 4 12 ശിഷ്ടം 1 എത്ര വന്നു? 4 4 അടുത്ത പ്ലേസ്. അപ്പോൾ എന്തായിരിക്കും? ഓപ്ഷൻ 1 റൈറ്റ് ആൻസർ. ഇവനെ നമുക്ക് ഒഴിവാക്കുകയും ചെയ്യാം അല്ലേ? ഇവിടെ എന്ത് വരണം? ഇവിടെ വരേണ്ടത് 342 ആൻസർ. അപ്പോൾ ഞാനിത് ഒരിക്കൽ കൂടി ഞാൻ എന്ത് ചെയ്യും? അത് ഞാൻ ചെയ്ത് കാണിച്ചു തരും എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന്. ഒരിക്കൽ കൂടി ഞാൻ ചെയ്യും. എന്താ 210 എന്ന് പറയുന്ന സംഖ്യ?
നമുക്ക് തന്നിരിക്കുന്നത് 14ന്റെ സ്ക്വയറിനോട് എത്ര കൂട്ടിയിരിക്കുന്നു? 14 കൂട്ടിയിരിക്കുന്നു. അടുത്തത് എന്താ 380 എന്ന് പറഞ്ഞാൽ? അത് 19ന്റെ സ്ക്വയറിനോട് എത്ര കൂട്ടിയിരിക്കുന്നു? 19 കൂട്ടിയിരിക്കുന്നു. എന്താ 282 എന്ന് പറഞ്ഞാൽ? 282 13ന്റെ സ്ക്വയറിനോട് 13 കൂട്ടിയിരിക്കുന്നു. ഇത് 14, 19, 5 ഡിഫറൻസ്. അപ്പോൾ ഇവിടെയും നമ്മൾ എന്തെടുക്കണം? 5 ഡിഫറൻസ് എടുത്തുകൊണ്ട് 18ന്റെ സ്ക്വയറിനോട് എത്ര കൂട്ടണം? നമുക്ക് എത്ര കൂട്ടണം? 18 കൂട്ടണം. അപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും? 342 ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ? ഇതാണ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കാം ഇവിടെ എനിക്ക് 18, 30, 36 അങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടല്ലേ. 18 ഏതൊക്കെ രീതിയിൽ നമുക്ക് 30ലേക്ക് കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. 18നെ നമുക്ക് ഏതൊക്കെ രീതിയിൽ 30ലേക്ക് കൊണ്ടുവരാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ ആദ്യം പറയും 18ന്റെ കൂട്ടത്തിൽ 12 കൂട്ടിക്കഴിഞ്ഞാൽ 30 വരും. ഓക്കെ, ഒന്നാമത്തെ റിലേഷൻ കഴിഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് 18ന്റെ ഇരട്ടി എടുക്കാം. 18ന്റെ ഇരട്ടി എടുത്താൽ എനിക്ക് 36 പക്ഷേ 36 30 ഒരു 6 കുറച്ച് കഴിഞ്ഞാൽ എത്ര വരും? 30 വരും. വേറെ രീതിയിൽ നമുക്ക് 12നെ 30 കൊണ്ടുവരണമെങ്കിൽ വേറെ വലിയ റിലേഷൻ ഒന്നും ഇല്ല അല്ലേ? വേറെ വലിയ റിലേഷൻ ഒന്നുമില്ല, ഇത്രയൊക്കെ മതി. അപ്പം നമുക്ക് 36നെ ജസ്റ്റ് നോക്കാം. 36നെ ഏതൊക്കെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ആദ്യ രീതി കണക്ട് ചെയ്ത് നോക്കാം. 36 + 12 കണക്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 48 പറഞ്ഞത്. അങ്ങനെ ഓപ്ഷൻ ഇവിടെ ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ അത് വിടുക. അടുത്ത് നോക്കാം. 36ന്റെ ഇരട്ടി എടുക്കാം. 36നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 36നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 72 എന്നാൽ 72ൽ നിന്ന് നമുക്ക് 6 നേരത്തെ 6 കുറച്ചേക്കണം. അപ്പോൾ നമുക്ക് 6 മൈനസ് ചെയ്ത് നോക്കാം. 6 മൈനസ് ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും? 66 വരുന്നത്. 66 വരുന്നത് കേട്ടോ. 66 ഓപ്ഷൻ ഉണ്ടല്ലോ, ധാരിക്കുന്നു. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ എന്താ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ്? 18ന്റെ ഇരട്ടി എടുത്തു 36, അതിൽ നിന്ന് 6 കുറച്ചപ്പോൾ നമുക്ക് 30 കിട്ടി. അതേപോലെ തന്നെ നമ്മൾ അടുത്തത് 36ന്റെ ഇരട്ടി എടുത്തു 72, 72ൽ നിന്ന് 6 കുറച്ചപ്പോൾ നമുക്ക് 66 കിട്ടി. ഓപ്ഷൻ 2 ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാലോ. നമുക്ക് 0.16 0.16നെ നമുക്ക് വീണ്ടും നമുക്ക് 0.0016 എന്നാണ് എടുത്തിരിക്കുന്നത് എങ്കിൽ 1.02നെ ഏത് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഈ ഇവിടെ നിന്ന് എന്ത് തന്നെയാണ് 160 തന്നെയാണ് എടുത്തിരിക്കുന്നത്, ഇവിടെയും 160 തന്നെയാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എത്ര ഡെസിമൽ പ്ലേസ് ഉണ്ട്? 2 ഡെസിമൽ അല്ലേ? പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം. പക്ഷേ ഇവിടെ പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനം. അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ 2 0 നമ്മൾ ചേർത്തിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? അപ്പോൾ ഇവിടെ എത്ര കൊണ്ടായിരിക്കും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. എത്ര കൊണ്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 0.16നെ എത്ര കൊണ്ട്? ഇവിടെ 2 സ്ഥാനം ഓൾറെഡി ഉണ്ട്, വീണ്ടും 2 സ്ഥാനം. അപ്പോൾ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0.16നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 സ്ഥാനം കൂടി ഇപ്പുറത്തോട്ട് വരണം. അപ്പോൾ എന്ത് കിട്ടും? 0.0016 ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് ഈ കാണുന്ന 1.02നെ നമുക്ക് എത്ര കൊണ്ട് ഡിവിഷൻ ചെയ്ത് നോക്കാം? 100 കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡിവിഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ ഇരിക്കുന്ന സാധനങ്ങളെല്ലാം അങ്ങോട്ട് പോകും അല്ലേ? അപ്പോൾ എന്താവും? 0.0102 എന്ന് പറയും അല്ലേ? 0 ഈ ഒന്ന് അപ്പുറത്ത് വരുന്നു. അപ്പം എന്ത് ചെയ്തു? ഒരു 0-ത്തിൻ്റെതായി പിന്നെ ഒരു 0-ന് പിന്നെ ഒരു സാധനം കൂടി ഇട്ടു അല്ലേ? അപ്പം എന്ത് വരുന്നു? 0.0102 ആണ്. അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോടാ? 01, 02, 01, 02 ഉണ്ടല്ലോ. ഓപ്ഷൻ ഏതാണ്? മൂന്നാമത്തെ ഓപ്ഷനാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. നോക്കാം വീണ്ടും അടുത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. 68 എത്രയായിരിക്കുന്നു? 130 ആയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഏത് സംഖ്യയാണ് 350 ആയിരിക്കുന്നതെന്നാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. 68 എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സ്ക്വയറുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ 68 ഏതിൻ്റെയാണ്? 8ന്റെ സ്ക്വയറിനോട് 4 കൂട്ടിയിരിക്കുന്നത്. കറക്റ്റ് അല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 68 ഇങ്ങനെ കണക്ട് ചെയ്താലോ. 68 എന്ന് പറയുന്ന സംഖ്യ എന്ന് പറയുന്നത് 4ന്റെ ക്യൂബിനോട് 4 കൂട്ടിയാലോ. കറക്റ്റാണ്. 4ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4ന്റെ ക്യൂബ് 64 ആണ്. 64നോട് 4 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 68. കണക്ട്. ഓക്കെ, തെറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത 130 നടക്കുന്നത് അല്ലേ? 130 എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ക്യൂബ് ആയിരിക്കും? 5ന്റെ ക്യൂബ് നോക്കാം അല്ലേ? 5ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? അത് 125 ആണ്. അതിനോട് 5 കൂട്ടി നോക്കിക്കേ. 5 കൂട്ടുമ്പോൾ 130. സെറ്റ്. റിലേഷൻ സെറ്റായി. അപ്പോൾ ആദ്യം എടുത്തിരിക്കുന്ന സംഖ്യ എത്രയാണ്? 4ൻ്റെതാണ്. അപ്പോൾ അടുത്ത എടുത്തിരിക്കുന്നത് 5ൻ്റെതാണ്. 4ന്റെ ക്യൂബിനോട് 4 കൂട്ടി, 5ന്റെ ക്യൂബിനോട് 5 കൂട്ടി. ഇത് കണക്ക് നേരത്തെ സ്ക്വയർ എടുത്ത ക്വസ്റ്റിന് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ?
യെസ്. അപ്പോൾ 350 ഏതിൻ്റെ എന്നാണ് നമുക്ക് നോക്കുന്നത്. 350 നമുക്ക് 7ൻ്റെ ക്യൂബായിരിക്കും. 7ൻ്റെ ക്യൂബ് 343 അപ്പോൾ 7ൻ്റെ ക്യൂബ് 343 അതിനോട് 7 കൂട്ടിയപ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടി? 350 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് 7ൻ്റെ ക്യൂബ് പ്ലസ് 7 എങ്കിൽ ഇതെന്തായിരിക്കണം? 6ൻ്റെ ക്യൂബ് അല്ലേ? 4 5 6 6ൻ്റെ ക്യൂബ് പ്ലസ് 6ൻ്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാ? 216. അതിൻ്റെ കൂടെ 6 കൂട്ടുമ്പോൾ എത്ര കിട്ടും? അത് നമുക്ക് 222 എന്നൊരു ഓപ്ഷൻ വരണം. യെസ്, ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ഓപ്ഷനാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? 48 122 ആയിരിക്കുന്നു എങ്കിൽ 168 എന്താണെന്നുള്ളതാണ്. നമുക്കിവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് എല്ലാം ഇതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ എന്താണ് സ്ക്വയറും ക്യൂബൊക്കെ നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഈ കാണുന്ന 48ഉം 122ഉം 168 ഒക്കെ ഓരോ പെർഫെക്റ്റ് സ്ക്വയറിന് അടുത്ത് കിടക്കുന്ന നമ്പേഴ്സാണ് അല്ലേ? ഇപ്പോൾ 48 എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് അടുത്തുള്ള ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 49. 121 എന്ന് പറഞ്ഞാൽ ഇതിനടുത്തുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 121. 168 എന്ന് പറയുമ്പോൾ 169. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ 48 എന്ന് പറയുന്ന സംഖ്യ നോക്കി, 7ൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 49 എടുത്തു. അതിൽ നിന്ന് 1 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 48 കിട്ടി. എന്നാൽ തൊട്ടടുത്ത സംഖ്യ നോക്കിയേ, 7 കഴിഞ്ഞ അടുത്ത 11ൻ്റെ സ്ക്വയറാണ്. 7 4 11 കേട്ടോ, 4 ഇവിടെ കൂടിയിരിക്കുന്നത്. 11ൻ്റെ സ്ക്വയർ നമ്മൾ എത്ര എടുത്തു? 121. പക്ഷേ ഇവിടെ 122. അവിടെ എത്ര? 1 കൂട്ടിയാണ് 122 എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് 168 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത് 13ൻ്റെ സ്ക്വയറാണ്. 13ൻ്റെ സ്ക്വയർ 169. അതിൽ നിന്ന് 1 കുറച്ചതാണ് എത്രയെന്ന് പറയുന്നത്? 168 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ആദ്യത്തെ സംഖ്യയിൽ സ്ക്വയറിൽ നിന്ന് 1 മൈനസ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ സംഖ്യയിൽ ഒരു പെർഫെക്റ്റ് സ്ക്വയറിനോട് 1 കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കേ, 1 മൈനസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി അടുത്തത് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഏതായിരിക്കും കൂട്ടേണ്ടത്? ഇവർ തമ്മിലുള്ള റിലേഷൻ 4. 7ൽ നിന്ന് 4 കൂടിയാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ എന്തായിരിക്കണം? എത്രയാണ് കൂടേണ്ടത്? 4 കൂടുമ്പോൾ അടുത്ത 17 വരേണ്ടത്. അപ്പോൾ ആൻസർ എന്തായിരിക്കണം? 17ൻ്റെ സ്ക്വയർ എടുക്കണം. കിട്ടുന്ന ആൻസറിനോട് എന്ത് ചെയ്യണം? ആദ്യം 1 കുറച്ചു, 1 കൂട്ടി, 1 കുറച്ചു, അപ്പോൾ 1 കൂട്ടണം. 17ൻ്റെ സ്ക്വയറിൻ്റെ കൂടെ 1 കൂട്ടണം. 1 കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പ്രോബ്ലം ചെയ്യാതെ തന്നെ ചെയ്യാം. എന്നാലും ഞാൻ പറയാണ്, പ്രോബ്ലം ചെയ്യാതെ ചെയ്യുന്നതെന്ന് വെച്ചാൽ 7ൻ്റെ സ്ക്വയർ 1 പ്ലേസ് എന്തായിരിക്കും? 9 ആയിരിക്കും. 9നോട് 1 കൂട്ടുമ്പോൾ എന്തായിരിക്കും? 10. 0 വരേണ്ടത്. അപ്പോൾ ഇത് പ്രോബ്ലം ചെയ്യാതെ എത്ര എന്ന് പറയാം? 290 എന്ന് പറയാം. ഇനി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് 17ൻ്റെ സ്ക്വയർ എടുക്കാം. 289. അതിനോട് എന്ത് ചെയ്യുന്നു? 1 കൂട്ടി എത്രയെന്ന് പറഞ്ഞു? 290 എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആ സ്ക്വയർ എടുത്തത്? ആ സ്ക്വയർ എടുത്തത് ജസ്റ്റ് ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം ഞാൻ വലിയ സംഖ്യയുടെ സ്ക്വയർ ആണെന്ന് വിചാരിച്ചോ. 43ൻ്റെ സ്ക്വയർ എനിക്ക് എടുക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്? ആദ്യം 3ൻ്റെ സ്ക്വയർ എടുക്കും. 3ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 9 എടുത്തു. 4ൻ്റെ സ്ക്വയർ 16 എടുത്തു. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 4 3 12. 12 8 24. 24 ഇതുപോലെ എഴുതുന്നു. 9 4 8 1. ആക്ച്വലി ഇത് എന്തുവാ? ഇത് A+B ദ ഹോൾ സ്ക്വയർ ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. A+B ദ ഹോൾ സ്ക്വയർ ആണ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഇപ്പോൾ 56ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. 6ൻ്റെ സ്ക്വയർ 36, 5ൻ്റെ സ്ക്വയർ 25. ഇത് പരസ്പരം ഗുണിക്കുന്നു. 6 5 30, 30ൻ്റെ ഇരട്ടി 60. ഇത് അടക്കുന്നു ആൻസർ. 6 3 11 3. ഇത് അടക്കുന്നു. ഇതാണ് എൻ്റെ ഉത്തരം. കണ്ടോ? അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് സ്ക്വയർ എടുക്കാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കാം. 169 13 289 എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 169 എന്ന് പറയുന്നത് ഏതിൻ്റെ സ്ക്വയറാ? 13ൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് ഏതിനായിരിക്കും? 17. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ഓപ്ഷൻ 2 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? നമ്മൾ നമ്പർ ടൈപ്പിലുള്ള അനലോഗി ആൻഡ് സിമിലാരിറ്റീസും നമ്മൾ എന്ത് ചെയ്തു? അനലോഗിയും സിമിലാരിറ്റീസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് നമുക്ക് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ആൽഫബറ്റുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. ആൽഫബറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആൽഫബറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നോക്കാം. ആൽഫബറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. എന്താണ് നമുക്ക് ആൽഫബറ്റ് ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ നമുക്കിവിടെ ടെയില്, ലേറ്റ്, അങ്ങനെയാണെങ്കിൽ കഫേ എന്ന് പറയുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽഫബറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കാനുള്ളത് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആൽഫബറ്റ്സ് തന്നെയാണോ തൊട്ടടുത്തതിലും ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കുക. അങ്ങനെയാണ് എങ്കിൽ, അങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ
പിന്നെ അത് രണ്ടും ഒരേ ലെറ്റേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നതെങ്കിൽ എഴുതുക TALE. ഓക്കെ, TALE. അപ്പോൾ ഒന്നാമത്തെ പ്ലേസ്, രണ്ടാമത്തെ പ്ലേസ്, മൂന്നാമത്തെ പ്ലേസ്, നാലാമത്തെ പ്ലേസ് നമ്പർ കാച്ചി. ഓക്കെ, അപ്പോൾ അടുത്തത് എങ്ങനെയാണ് നോക്കിയേ. എല്ലാം അടങ്ങുന്നത് എല്ലാം എത്രയാ? മൂന്നാമത്തെ പ്ലേസ് 3 എ എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്ലേസിലുള്ളത്. ഇതിനകത്തുള്ള പ്ലേസ് അങ്ങ് എഴുതുക, അതിനകത്ത് അത്രേ ഉള്ളൂ. അടുത്തത് ടി എവിടെയാ? ഒന്നാമത്തെ പ്ലേസ് ആണ്, അപ്പം 3, 2, 1. അടുത്ത ഇ എന്ന് പറഞ്ഞാൽ 4ാമത്തെ പ്ലേസ് ആണ്, അപ്പോൾ സെയിം ആണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ആൻസർ 3, 2, 1 നമ്മൾ എഴുതാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനമാണ്. ഏത്? ഇതിനിടയിലുള്ള വാക്കാണ് നമുക്ക് വേണ്ടിയത്. ഇവിടെയുള്ള വാക്കിനെ കോഡ് ചെയ്യുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? ഇത് കിട്ടുന്നത്. അപ്പോൾ ആക്ച്വലി ഈ സാധനം എന്തുവാ? 3, 2, 1, 4 ഇപ്പോൾ ആദ്യത്തെ വേർഡായിരുന്നെങ്കിൽ നമുക്ക് കോഡ് ചെയ്യാത്തതെന്ന് പറയാമായിരുന്നു. അപ്പോൾ ഇതിനെ കോഡ് ചെയ്ത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്ത് വരുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു വേർഡ് ഉണ്ടായിരുന്നു, അതിനെ ചേഞ്ച് ചെയ്തതാണ് എന്ന് പറയുന്നത് ഈ സാധനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ആ നമ്പർ എന്ത് ചെയ്തു? എഴുതി വെച്ചു. ഇനി നമ്മൾ ഇതിനെ ഓർഡറിലാക്കുക. ഓർഡറിലാക്കുമ്പോൾ ആദ്യം ആര് വരണം? എഫ്. അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് എഫ് ആണ് വരേണ്ടത്. ഈ ഓപ്ഷനും പോയി, ഈ ഓപ്ഷനും പോയി. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് നോക്കാം. 2 വരേണ്ടത് എ ആണ്. FA. അപ്പോൾ ഇവനും അല്ലേ? ഇതാണ് ആൻസർ ആണ്. 2 എണ്ണം ചെയ്തപ്പോൾ തന്നെ നമുക്ക് കിട്ടും. എന്നാലും ജസ്റ്റ് നമുക്ക് നോക്കാം. 2 എഴുതി, അടുത്തത് 3 സി ആണ്, 4 ഉണ്ടോ? ഫേസ് ആണ് ആൻസർ വരുന്നത്. അപ്പോൾ എന്താ നമ്മുടെ മെത്തേഡ്? ഇത്രയേ ഉള്ളൂ നമ്മുടെ മെത്തേഡ്. ആദ്യം നമ്മൾ നോക്കണം. എന്താ നമ്മൾ നോക്കേണ്ടത്? ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആൽഫബറ്റ്സുകൾ തന്നെയാണോ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന 1, 2, 3, 4 കൃത്യമായി നമ്മൾ എന്ത് ചെയ്തു? ഓർഡർ ഇട്ടു. ഇനി എല്ലാം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എത്രാമത്തെയാണ്? ഇവിടെ 3 ആണ്. എ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 2 ആണ്. അടുത്തത് എന്താണ്? ടി ആണ്. ടി എന്ന് പറഞ്ഞാൽ 1 ആണ്, ഇത് 4 ആണ്. കണ്ടോ? അപ്പോൾ ഇവിടെ ഒരു വേർഡ് ഉണ്ടായിരുന്നു, അതിനെ കോഡ് ചെയ്തപ്പോഴാണ് ഇത് കിട്ടിയത്. ആക്ച്വലി നമുക്ക് ഏത് ഓർഡറിലാണ് കിടക്കണേ? 3, 2, 1, 4 ഓർഡറിലാണ്. ആൽഫബറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാണ്? ഇവർ തിരിച്ചു വെച്ചിരിക്കുകയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും 1, 2, 3 ഒന്നെന്ന് പറഞ്ഞാൽ ഏതാണ്? എഫ് നോക്കണം. ഈ ഓപ്ഷനല്ല, ഈ ഓപ്ഷനല്ല, ഒഴിവാക്കി. അടുത്ത രണ്ടാമത്തത് 2 ഏതാണ്? FA ആണ്. FA 2 എണ്ണം ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. നമ്മൾ എന്ത് ചെയ്യണ്ട? കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പോകണ്ട. ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. കണ്ടോ? ഇതാണ് നമ്മുടെ മെത്തേഡ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇത് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇപ്പോൾ നമുക്ക് നോക്കാം. ADHM ZWSN എന്നാണ് തന്നിരിക്കുന്നത് എങ്കിൽ CFJO എന്താണ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്ന കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണെങ്കിലും ആൽഫബറ്റ് സീരീസ് ആണെങ്കിലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കോമൺ ടേബിൾ നമുക്ക് ഉപയോഗിക്കാം. ഒരു ടേബിൾ ഞാൻ എന്ത് ചെയ്യും? ജസ്റ്റ് ഒന്ന് പറയും. ആ ടേബിളിനനുസരിച്ച്, അല്ലെങ്കിൽ ടേബിൾ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആവും. ഇതെങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് അടിക്കാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് പിടികിട്ടും. ഓക്കെ, അപ്പം നമുക്കൊരു കോമൺ ടേബിൾ നമുക്ക് ഉപയോഗിക്കാം. എന്താണ് ആ ടേബിൾ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? ഞാൻ ഈ ടേബിളിൻ്റെ പ്രത്യേകം നോക്കിയേ. നമുക്ക് A മുതൽ M വരെ എഴുതിയിരിക്കുന്നു. അതുപോലെ തന്നെ 1 to 13, 1 മുതൽ 13 വരെ എഴുതിയിരിക്കുന്നു. ഇനി അവിടെ നേരെ തിരിച്ച് ഇങ്ങോട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്താ? 14, 15, 16 ഇവിടെ നിന്ന് ഇങ്ങോട്ട് എഴുതി 26 വരെ. ദെൻ N മുതൽ Z വരെ എഴുതിയിരിക്കുന്നു. എന്താ ഈ ടേബിളിൻ്റെ പ്രത്യേകത? നോക്കിയേ, നമുക്കിപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്ന ഒരു ലെറ്റർ നമ്മൾ കണ്ടു. ഈ കാണുന്ന ഇ എന്ന് പറയുന്ന ഒരു ലെറ്റർ നമ്മൾ കണ്ടു. ഇ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ നോക്കിക്കേ. ഇ എന്ന് പറയുന്ന ലെറ്റർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇവിടെ ഉണ്ട്. എത്രാമത്തെ പൊസിഷനിലാണ്? 5ാമത്തെ പൊസിഷനിലാണ്. അത് പിന്നിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രാമത്തെ പൊസിഷനിലായിരിക്കും? 22ാമത്തെ പൊസിഷനിലായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓരോ ലെറ്ററിൻ്റെയും പൊസിഷൻ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ ഈയുടെ ഓപ്പോസിറ്റിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ 5ാമത്തെ പൊസിഷനിലുള്ള ആരാണ്? വി. അത് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് ഈ ടേബിളിൽ കൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഈ ടേബിൾ ഉണ്ടെങ്കിൽ അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നോക്കി, നമുക്ക് ആദ്യം വീണ്ടും ഞാൻ A മാർക്ക് ചെയ്തു, D മാർക്ക് ചെയ്തു, ദെൻ ഞാൻ H മാർക്ക് ചെയ്തു, M മാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എയിനോട് എത്ര പ്ലസ് ചെയ്തിരിക്കുന്നു? 2. നമുക്ക് 1, 2, 3 പ്ലസ് ചെയ്തപ്പോൾ എനിക്ക് എന്തെന്ന് കിട്ടി? D എന്ന് കിട്ടി. ഇനി ആ കാണുന്ന ഡിനോട് നോക്കാം. 1, 2, 3, 4 4 പ്ലസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? H കിട്ടി. ഞാൻ അടുത്ത റിലേഷനാണ് പറയുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് അടുത്തത്
എച്ച് ആണ്. എച്ചിനോട് എത്ര പ്ലസ് ചെയ്യാം? 1 2 3 4 5. 5 പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് എം വന്നിരിക്കുന്നു. ഇനി നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് ഇസഡ് ആണ്. അപ്പോൾ ഇസഡ് നോക്കാം. ഇസഡിൽ നിന്ന് ഇസഡ് ആണ് ഇവിടെ ഉള്ളത്. ഇസഡ് പിന്നെ ഉള്ളത് ഡബ്ല്യു ആണ് പിന്നെ ഉള്ളത് എസ് ആണ്, ദെൻ എൻ ആണ്. നോക്കിക്കേ, ഇസഡിൽ നിന്ന് ഒരു 3 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഡബ്ല്യു കിട്ടും. ഓക്കെ, ഇസഡിൽ നിന്ന് ഒരു 3 കുറച്ച് നമുക്ക് അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ ഓപ്ഷൻ 3 എഴുതും. ഓപ്ഷൻ 3 ഇവിടുത്തെ റൈറ്റ് ആൻസർ അല്ല കേട്ടോ. അതായത് ഇസഡിൽ നിന്ന് നമുക്ക് 3 കുറയ്ക്കുമ്പോൾ ഡബ്ല്യു വന്നു. ഇനി ഡബ്ല്യുവിൽ നിന്ന് നമുക്ക് എത്ര കുറയ്ക്കാം? 4 കുറച്ച് നോക്കാം. ഡബ്ല്യുവിൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ ആര് വന്നു? എസ് വന്നു. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് എസ്സിൽ നിന്ന് നമുക്ക് എത്ര കുറയ്ക്കാം? 1 2 3 4 എത്ര? 5 കുറച്ചു. 5 കുറച്ചപ്പോൾ നമുക്ക് എന്ത് വന്നു? എൻ വന്നു. അപ്പോൾ ഇതാണ് കൺസെപ്റ്റ്. നമുക്ക് തന്നെ നോക്കാം. അപ്പോൾ എന്താണ് ഇവിടെ 3 ആഡ് ചെയ്ത് പോയി. ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നമ്മൾ 3 ആഡ് ചെയ്ത് പോയിരിക്കുന്നു. ഇതിന് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് പോയിരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ആൻസർ ഏതാണ് ഇവിടുത്തെ ശരിയായിട്ട് വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആ ഒരു റിലേഷൻ നമുക്ക് സെറ്റായി. അപ്പോൾ നമ്മൾ CFJO ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആ സി ഉണ്ട് നമ്മളേൽ, എഫ് ഉണ്ട് നമ്മളേൽ, ജെ ഉണ്ട് നമ്മളേൽ, ഒ ഉണ്ട്. എന്താ സംഭവിച്ചിരിക്കണേ? ഇവിടെ സീനോട് എത്ര ആഡ് ചെയ്തിരിക്കുന്നു? സീനോട് 3 കൂട്ടിയപ്പോൾ എഫ് വന്നിരിക്കുന്നു. അടുത്ത എഫിനോട് വീണ്ടും എത്ര കൂട്ടിയിരിക്കുന്നു? എഫിനോട് എത്ര? 4 കൂട്ടിയപ്പോൾ ജെ വന്നു. അടുത്ത ജെയിനോട് നമുക്ക് തന്നെ നോക്കാമല്ലോ. CFJO അല്ലേ? എഫിനോട് എത്ര? 1 2 3 4 4 കൂടിയപ്പോൾ ജെ വന്നു. അടുത്ത ജെയിനോട് എത്ര കൂട്ടിയിരിക്കുന്നു? ജെയിനോട് നമുക്ക് 1 2 3 4 5 5 ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നു? നമുക്ക് ഒ വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ ഇതാണ് സംഭവം. ഓക്കെ, 5 ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു? ഒ വന്നു. ഈ ഒ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, സെറ്റാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി ഫസ്റ്റ് ലെറ്റർ നോക്കാം. എയുടെ ഓപ്പോസിറ്റ് ഉള്ളതല്ലേ നമുക്ക് തന്നിരിക്കുന്ന ഇസഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സിയുടെ ഓപ്പോസിറ്റ് ഉള്ള എക്സിൽ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ റിലേഷൻ നമ്മൾ സെറ്റ് ആക്കിയാലേ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുള്ളൂ. എക്സിനോട് ഞാൻ ആദ്യം ഒന്ന് 3 മൈനസ് ചെയ്ത് നോക്കാം. എക്സ് എന്ന് പറയുന്നതിനോട് ഞാൻ എന്ത് ചെയ്യുന്നു? 3 മൈനസ് ചെയ്യുന്നു. 1 2 3 3 മൈനസ് ചെയ്തപ്പോൾ എനിക്ക് യു ആണ് വന്നത്. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? യു. അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ ഇല്ലല്ലോ. XW അല്ലേ കിടക്കുന്നത്. അപ്പോൾ അതല്ല അങ്ങനെ അതുപോലെ വേറെ ഏതെങ്കിലും ആണോ നമുക്ക് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്യും. ഇപ്പോൾ ഓപ്പോസിറ്റ് ലെറ്റർ തന്നെ എടുക്കണമെന്നില്ല. നമ്മളിൽ വൈ ഉണ്ട്. വൈ നമുക്ക് 3 മൈനസ് ചെയ്ത് നോക്കാം. 1 2 3 വൈന്ന് 3 മൈനസ് ചെയ്യുമ്പോൾ വി വന്നല്ലോ. അപ്പോൾ വൈ മൈനസ് 3 ചെയ്തപ്പോൾ വി വന്നു. അടുത്ത വി മൈനസ് 4 ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. വി മൈനസ് എത്ര ചെയ്യണം? 1 2 3 4 4 ചെയ്യുമ്പോൾ നമുക്ക് 6 വന്നു. ഇനി അടുത്തത് 6 മൈനസ് 5 ചെയ്ത് നോക്കാം. 6 മൈനസ് 5 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 6 മൈനസ് 5 ചെയ്യുമ്പോൾ നമുക്ക് 1 2 3 4 5 എം ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷൻ വരാൻ സാധ്യത ഉണ്ട് അല്ലേ? നമുക്ക് ഈ അപ്പോൾ ഇത് ഓപ്ഷൻ എന്താ? ഒരു കാരണവശാലും വരാൻ സാധ്യതയില്ല. നമ്മളത് വിട്ടു. ഇനി ഇതാണോ നമുക്ക് നോക്കാം. ഡബ്ല്യുവിനോട് ടി എത്ര? ഡബ്ല്യുവിനോട് എത്ര കൂട്ടി? 1 2 3 3 കൂട്ടിയപ്പോൾ ടി വന്നു. അടുത്ത ടീനോട് വീണ്ടും 1 2 3 4 കൂട്ടിക്കഴിഞ്ഞാൽ അടുത്ത പി ആണ് വരേണ്ടത്. അപ്പോൾ WTP ആണ്. പിന്നോട് എത്ര കൂട്ടണം? 1 2 3 4 5 കൂട്ടുമ്പോൾ കെ വന്നു. അപ്പോൾ ഈ സാധനവും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് ഇതിനകത്ത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ നമ്മൾ റിലേറ്റ് ചെയ്തു. ഇനി അടുത്ത് നോക്കിയാൽ ZX കൂടെ നമുക്ക് നോക്കാം. ഇസഡ് അടുത്ത എക്സ് ആണ്. അപ്പോൾ ഇത് വരാൻ സാധ്യതയില്ല. എന്താണ്? 2 ആണ് കുറഞ്ഞിരിക്കുന്നത്. അത് വരാൻ. ഈ 2 ഓപ്ഷനിൽ ഒരെണ്ണമായിരിക്കും നമുക്ക് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഒരു റിലേഷനും കൂടെ ഇതിനകത്ത് കാണാതിരിക്കില്ലല്ലോ. വേറെ ഏതെങ്കിലും ഒരു റിലേഷൻ കൂടി ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കൂടുതൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട്. നമുക്ക് കുറച്ച് കൂടുതലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നോക്കേണ്ടത്? ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. എയിൽ നിന്ന് 3 കുറച്ചപ്പോൾ എന്ത് വന്നിരിക്കുന്നു? നമുക്ക് ഡി വന്നു. ഇനി ഡിയിൽ നിന്ന് 4 ആദ്യം നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്തു? നമ്മൾ പ്ലസ് ആണ് ചെയ്തത്. പ്ലസ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് വന്നിരിക്കുന്നു? നമുക്ക് അടുത്തത് എന്ത് വന്നിരിക്കുന്നു? എച്ച് വന്നു. അടുത്ത എച്ചിൽ നിന്ന് 5 കൂട്ടിയപ്പോൾ നമുക്ക് എന്ത് വന്നു? എം വന്നു. എച്ചിനോട് 5 കൂട്ടിയപ്പോൾ എം ആണ് വന്നത്. ഓക്കെ, അപ്പോൾ അതേ കൺസെപ്റ്റ് പ്രകാരം നമുക്ക് ഇസഡിൽ നിന്ന് എന്ത് ചെയ്തു? 3 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്രയാ വന്നേക്കണേ? ഇസഡിൽ നിന്ന് 3 മൈനസ് ചെയ്തു. ഇസഡിൽ നിന്ന് 3 നമ്മൾ മൈനസ് ചെയ്തപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്
എത്രയാണ് കിട്ടിയിരുന്നത്? ഇസഡിൽ നമുക്ക് 3 മൈനസ് ചെയ്ത് നോക്കാം. ഇസഡിൽ നിന്ന് നമ്മൾ 3 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് ഡബ്ല്യു വന്നു. ഇനി ഡബ്ല്യുവിൽ നിന്ന് നമ്മൾ എത്ര മൈനസ് ചെയ്തു? 4 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എത്ര വന്നു? അത് നമുക്ക് എസ് വന്നു. അടുത്തത് എന്ത് ചെയ്തു? എസ്സിൽ നിന്ന് നമ്മൾ എത്ര? 5 മൈനസ് ചെയ്തപ്പോൾ നമുക്ക് എൻ വന്നു. അപ്പോൾ ഇതേ കൺസെപ്റ്റിൽ അടുത്ത് നോക്കണം. സി എന്ന് പറഞ്ഞ സാധനം എഫിലോട്ട് വന്നിരിക്കുന്നു. സി എന്ന് പറയുന്ന സാധനം എഫിലോട്ട് വന്നിരിക്കുന്നു. 1 2 3 3 കൂട്ടിയപ്പോൾ എഫ് വന്നിരിക്കുന്നു. അടുത്തത് എഫ് പ്ലസ് എഫിനോട് എത്ര കൂട്ടിയിരിക്കുന്നു? എഫ് ആണ് ഇവിടെ ഉള്ളത്. 1 2 3 4 4 പ്ലസ് ചെയ്തപ്പോൾ ജെ വന്നിരിക്കുന്നു. അടുത്തത് 1 2 3 നമുക്ക് ജെയിനോട് എത്ര പ്ലസ് ചെയ്യാം? നമുക്ക് 1 2 3 4 5 6 4 5 എത്രയാണ്? 5 ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നിരിക്കുന്നു? 5 ആഡ് ചെയ്തപ്പോൾ നമുക്ക് 0 വന്നു. 0 അല്ല, ഓ ആണ് വന്നിരിക്കുന്നത്. ഓ വന്നു. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ വീണ്ടും അതിൻ്റെ ആൻസർ എന്തായിരിക്കണം? അടുത്ത നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻ എടുക്കാൻ പറ്റുന്ന ഇത്രയേ ഉള്ളൂ. ഏതാണ്? YVRM എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് ഇതിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടുത്തെ റൈറ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ ഓപ്ഷനാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയാം. ഓക്കെ, നമുക്ക് അടുത്ത സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോവാം. BOQD ഉണ്ട്, ERTG ഉണ്ട്, ANPC ഉണ്ട്. അപ്പോൾ ഇവർ രണ്ടുപേരും ഏത് രീതിയിലാണോ റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ വേണം തൊട്ടിപ്പുറത്ത് റിലേറ്റ് ചെയ്യാൻ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ നമുക്കിതിനെ BOQD, അപ്പോൾ നമുക്ക് നോക്കാം. ബി ഇവിടെ ഉണ്ട്, ഒ ഇവിടെ ഉണ്ട്, ക്യൂ ഇവിടെ ഉണ്ട്, ദെൻ ഡി ഇവിടെ ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ERTG നോക്കാം. ഇ ഇവിടെ ഉണ്ട്, ആർ ഇവിടെ ഉണ്ട്, ടി ഇവിടെ ഉണ്ട്, ജി ഇവിടെ ഉണ്ട്. അപ്പോൾ കൺസെപ്റ്റ് അങ്ങോട്ട് സെറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബിയും ഡിയും കണ്ടോ? നോക്കിക്കേ നിങ്ങൾ, ബി ഡി നോക്കിക്കേ. ഇവിടെ ബി, ഇവിടെ ഡി കണ്ടോ? അടുത്തടുത്തുള്ള സി കളഞ്ഞിട്ടുള്ള അടുത്തടുത്തുള്ള ലെറ്റേഴ്സ്. അതേപോലെയാണ് EG. നോക്കിക്കേ, EGയും കണ്ടോ? അടുത്തടുത്തുള്ള ലെറ്റേഴ്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആദ്യം എടുത്തിരിക്കുന്ന ഇത് രണ്ടിനും കൂടെ നമുക്ക് റിലേറ്റ് ചെയ്ത് നോക്കാം. AC കറക്റ്റ് അല്ലേ? എയും സിയും കറക്റ്റ് ആണ്. അതേ റിലേഷൻ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. AC കണ്ടില്ലേ? AC. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് പറ്റിയൊരു ഓപ്ഷൻ നമുക്ക് ഇവിടെ നോക്കാം. ഏതൊക്കെ എടുക്കാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ജസ്റ്റ് പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഡി എഫ് എനിക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. ഡി എഫ് പറ്റുമല്ലോ. DF എനിക്ക് എടുക്കാൻ പറ്റും. അടുത്തത് FU, അത് ഒരു കാരണവശാലും പറ്റത്തില്ല. SU എടുക്കാൻ പറ്റുമോ? SU വേണമെങ്കിൽ എടുക്കാം. SU വേണമെങ്കിൽ നമുക്ക് എടുക്കാം അല്ലേ? അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ DF 2 ഓപ്ഷൻ ഉണ്ട്. DFന് തന്നെ 2 ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നാലാമത്തെ ഓപ്ഷൻ എന്താണ്? DSQF. അത് ഞാൻ ഇവിടെ മാറ്റി എഴുതാം. DSQF ആണ് നമ്മുടെ നാലാമത്തെ ഓപ്ഷൻ. അവിടെ നിൽക്കട്ടെ. നാലാമത്തെ ഓപ്ഷൻ കാണാൻ പറ്റാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത്? മാറ്റി എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് നമ്മളടുത്ത ANPC ആണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? AN കണക്ട്. ആദ്യം BD ആയിരുന്നു, അതിനുശേഷം അതെന്താണ്? BD എന്നുള്ളത് തൊട്ടടുത്ത ലെറ്ററാണ് എടുത്തിരിക്കുന്നത്. ഏതാണ്? അപ്പോൾ സ്വാഭാവികമായിട്ട് DF തന്നെയായിരിക്കും എടുക്കേണ്ടത്. DF തന്നെയായിരിക്കും വരേണ്ടത്. DF 2 ഓപ്ഷനിൽ വരുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് OQ. ഇവിടെ OQ ആയിരുന്നു. എന്ത് ചെയ്തു? അതെന്തായി? ഒരു ലെറ്റർ കളഞ്ഞിട്ടാണ് നമ്മൾ അവരെന്തെടുത്തിരിക്കുന്നത്? അതിനോട് ചേർന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. RT എടുത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ NP ആണ് എടുത്തിരിക്കുന്നത്. NP എന്ന് പറഞ്ഞാൽ ഇതാണ് NP. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത നമുക്ക് ശരിക്കും എടുക്കാനുള്ളത് QS ആണ് എടുക്കേണ്ടത്. NP എടുത്തു കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് NP എടുത്തു കഴിഞ്ഞാൽ അടുത്തത് എടുക്കേണ്ടത് ഏതായിരിക്കും? QS ആയിരിക്കും എടുക്കേണ്ടത്. QS എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് ഏതാ? നമുക്ക് ഓപ്ഷൻ 1 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. കണ്ടോ? അപ്പോൾ അതാണ് എൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. AFKP ഉണ്ട്, ZUPK ഉണ്ട്, അതുപോലെ തന്നെ BGLQ ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ്, എങ്ങനെ നോക്കാം. AFKP. അപ്പോൾ ഞാൻ എന്തുണ്ട്? എൻ്റെ A ഉണ്ട്, F ഉണ്ട്, ദെൻ K ഉണ്ട്, ദെൻ P ഉണ്ട്. ഓക്കെ, AFKP. അടുത്തത് ZUPK ആണ് കേട്ടോ. ZU ആണ് അടുത്തത്. ZUPK. ഓക്കെ, എന്താ അവിടെ സംഭവം? ഓപ്പോസിറ്റ് ഉള്ള ലെറ്റേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ബീൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ലെറ്റർ, ബീൻ്റെ ഓപ്പോസിറ്റ് Y. ജീൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് T ആണ്. ദെൻ എല്ലിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് O ആണ്. അടുത്ത ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത്, ക്യൂ ഇവിടെ ഉണ്ട്, ക്യൂവിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് J ആണ്. അപ്പോൾ YTOJ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 4 ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ?
അപ്പോൾ ഈ ടേബിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പടപട നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. BVSC. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാം? ആദ്യം BVSC നമുക്ക് നോക്കാം. ഇതിനകത്തുള്ള സെയിം ലെറ്റേഴ്സ് അല്ല അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. BVSC. അപ്പോൾ BVSC. അടുത്തത് YEHX നമുക്ക് നോക്കാം. Y. അപ്പോൾ ബിക്ക് ഓപ്പോസിറ്റ് Y ആണ് തന്നിരിക്കുന്നത്. Y നമുക്ക് വേറൊരു കളറിൽ എഴുതാമല്ലോ, പച്ച കളർ എടുക്കാം. ഇത് Y കഴിഞ്ഞു. അടുത്തത് E ആണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു? E മാർക്ക് ചെയ്തു. ഓപ്പോസിറ്റ് തന്നെയാണ് അല്ലേ, അതും ഓപ്പോസിറ്റ് ലെറ്റർ തന്നെയാണ്. അടുത്തത് E കഴിഞ്ഞു. അടുത്തത് H. എസിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് H. അടുത്തത് X എന്ന് പറയുമ്പോൾ സിക്ക് ഓപ്പോസിറ്റ്. കണ്ട, കറക്റ്റ് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എമ്മിന് ഓപ്പോസിറ്റ് എന്താ? എമ്മിന് ഓപ്പോസിറ്റ് N ആണ്. ആറിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്, കറസ്പോണ്ടിങ് ഓപ്പോസിറ്റ് വരുന്നത് I ആണ്. NI ആണ്. NI ഓപ്ഷൻ ഉണ്ട് കേട്ടോ. NI ആണ്. സിക്ക് ഓപ്പോസിറ്റ് X ആണ് വരുന്നത്, X. ദെൻ പിക്ക് ഓപ്പോസിറ്റ് വരേണ്ടത് K ആണ്. NIXK എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്, ഇതാടക്കുന്നു. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ? അപ്പോൾ നമുക്ക് ഇതൊക്കെ ഭയങ്കര ഈസിയാണ്. ഏത് ആൽഫബറ്റ് സീരീസൊക്കെ, ആൽഫബറ്റ് അനലോഗിയൊക്കെ നമുക്ക് ചോദിക്കുന്നുവെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഈ ടേബിളൊക്കെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പടപട നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. EGIK ഉണ്ട്, FILO ഉണ്ട്, FHJL ഉണ്ട്. നമുക്ക് നോക്കാം. ഇത് നമുക്ക് ടേബിളിലാ ചെയ്യാൻ പറ്റും. നോക്കാം. EFGHI IJKL KLMNO. ലെറ്റർ ഗ്യാപ്പ് ഇട്ടാണ് എഴുതിയിരിക്കുന്നത് എന്നുള്ള മനസ്സിലായി. അതായത് ഈനോട് എത്ര ലെറ്റർ കൂട്ടുമ്പോൾ ഈ ഫസ്റ്റ് ലെറ്റർ കിട്ടി? E+1 ആണ് F. അങ്ങനെയാണ് ഇവിടെ F+1 എന്ന് നമുക്ക് എടുത്ത് നോക്കാം. വെറുതെ എന്താണ് F+1 ചെയ്യുമ്പോൾ ഇടും? ABCDEF. അടുത്തത് G ആണ്. അപ്പോൾ G ഫസ്റ്റ് ലെറ്റർ G ആയിരിക്കും. ഓക്കെ, അടുത്തത് GHI. രണ്ടാണ് കൂട്ടിയിരിക്കുന്നത് അല്ലേ? ജീനോട് രണ്ടാമത്തെ ലെറ്ററിനോട് 2 കൂട്ടി GHI. അപ്പോഴാണ് നമുക്ക് എന്ത് വന്നത്? I വന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് Hനോട് എത്ര കൂട്ടാം? 2 കൂട്ടാം. Hനോട് 2 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? HIJ. J ആണ്. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്ത കൂടെ നമുക്ക് നോക്കാം. അടുത്തത് I ആണ് കൊടുത്തിരിക്കുന്നത്. I എന്ന് പറയുന്ന ലെറ്ററിനോട് എത്ര കൂട്ടാൻ നോക്കാം? IJKL 3 കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇത് മൂന്നാമത്തെ ലെറ്ററിന് 3 കൂട്ടിയപ്പോൾ L വന്നു. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് മൂന്നാമത്തെ ലെറ്റർ വന്നിരിക്കുന്നത് J ആണ്. Jനോട് എത്ര കൂട്ടാം? 3 കൂട്ടി വെക്കാം. JHI നോക്കാം. JKLM ആയിരിക്കും. M. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 3 കൂട്ടിയപ്പോൾ എനിക്ക് M കിട്ടി. GJM ഇതുവരെ കിട്ടി. GJM ഉണ്ട്. ഇതല്ല. അപ്പോൾ ഓപ്ഷൻ എന്താ? ഇതായിരിക്കും റൈറ്റ് ആൻസർ. ഇത് GMJ ആണ്, ഇതല്ല. അടുത്തത് ഇത് J ആണ്, അല്ല. ഇതും J ആണ്, അല്ല. സ്വാഭാവികമായിട്ട് ആൻസർ വരേണ്ടത് എന്തുവാ? GJMB ആയിരിക്കും. നോക്കാം. അടുത്ത ലാസ്റ്റ് കൂടെ നോക്കാം. Kനോട് എത്ര കൂട്ടിയിരിക്കുന്നു? JKLMNO. അപ്പോൾ എത്ര കൂട്ടിയിരുന്നു? 4 പ്ലസ് ചെയ്താണ് O വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? Lനോട് 4 പ്ലസ് ചെയ്യണം. LMNOP. ഓക്കെ, P ആണല്ലോ. അപ്പോൾ ടേബിൾ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ടേബിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് കിട്ടും. നമുക്ക് ടേബിൾ ഇല്ലെങ്കിലും നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഒരു പൊസിഷനൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അടുത്ത നോക്കിയേ. വീണ്ടും നമുക്ക് ACEG ഉണ്ട്, NPRT ഉണ്ട്, ADGJ ഉണ്ട് അല്ലേ? നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യാൻ നോക്കാം. ACEG നോക്കാം. ആ A ഞാൻ മാർക്ക് ചെയ്തു, C മാർക്ക് ചെയ്തു, E മാർക്ക് ചെയ്തു, G മാർക്ക് ചെയ്തു. ആൽഫബറ്റ്സ് എന്ത് ചെയ്തു? ഒന്നിടവിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അടുത്ത NPRT നോക്കാം. N ഉണ്ട്, P ഉണ്ട്, R ഉണ്ട്, T ഉണ്ട്. ഓക്കെ, NPRT ക്ലിയർ. അടുത്ത നോക്കാം. ADGJ. അപ്പോൾ വേറെ കളറിൽ മാർക്ക് ചെയ്യാം. ADGJ. എത്ര ഗ്യാപ്പാണ് ഉള്ളത്? ഇവിടെ 2 എണ്ണം വെച്ച് 2 ലെറ്റർ വിട്ടതിന് ശേഷമാണ് അടുത്ത ലെറ്റേഴ്സ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. ADGJ ആണ് അവിടെ എന്ത് ചെയ്തു? അത് ഞാൻ മാർക്ക് ചെയ്തു. സ്വാഭാവികമായിട്ട് ഏത് വരാനാണ് സാധ്യതയെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക്
NRTX നോക്കാം. NRTX R ഇവിടെയാണ് കിടക്കുന്നത്, അപ്പോൾ അവിടെ 3 ലിറ്ററിന്റെ ഗ്യാപ്പ് ഉണ്ട്, അതല്ല. ORVX നോക്കാം. O വന്നു, R വന്നു, പിന്നെ V അവിടെ 3 ലിറ്റർ, അപ്പോൾ അതല്ല, അത് രണ്ടുമല്ല, അതുമല്ല. ഓക്കെ, അടുത്തത് NQSU നോക്കാം. NQSU 2 ഗ്യാപ്പ്, N എടുത്തു, Q എടുത്തു, 2 എണ്ണം ഗ്യാപ്പ് വന്നു, അടുത്ത 2 എണ്ണം ഗ്യാപ്പ് വരുന്നത് T ആണ്. NQTW 2 എണ്ണം ഗ്യാപ്പ്. അപ്പോൾ NQT, അപ്പോൾ ഇവിടെയും 2 എണ്ണം ഗ്യാപ്പ് ഇട്ട് വരച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരണം? NQTW. ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്, അല്ലേ? ഇവിടെ എത്ര ഗ്യാപ്പ് വെച്ചിരിക്കുന്നു? ആദ്യം 2 ഗ്യാപ്പ് വെച്ച് വരച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ എത്ര ഗ്യാപ്പ് വെച്ചാണ്? 4 ഗ്യാപ്പ് വെച്ച്. അപ്പോൾ ആൻസറിൽ എത്ര വെച്ച് തന്നെ ആയിരിക്കണം? 4 ഗ്യാപ്പ് വെച്ച് തന്നെ ആയിരിക്കണം വേണ്ടത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് തന്നിരിക്കുന്നത് FHEG JLIK PROQ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. നമുക്ക് F എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്ററാ? F എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, F ഇവിടുത്തെ 6ാമത്തെ ലെറ്റർ ആണ്, F6. ദെൻ H എന്ന് പറയുന്നത് 8ാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ ഞാൻ ഓരോ ലെറ്ററിന്റെ പൊസിഷനാണ് എഴുതുന്നത്. അടുത്തത് E ആണ്. E എന്ന് പറയുന്ന ലെറ്റർ 5ാമത്തെ ലെറ്റർ ആണ്, 5ാമത്തെ ലെറ്റർ എഴുതി. അടുത്തത് G ആണ്. G എന്ന് പറയുന്ന ലെറ്റർ 7ാമത്തെ ലെറ്റർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഓരോന്നിൻ്റെയും പൊസിഷൻ ജസ്റ്റ് ഞാൻ ഒന്ന് എഴുതി വെച്ചു. ഓക്കെ, അടുത്തത് JLIK നമുക്ക് നോക്കാം. JLIK എന്ന് പറയുമ്പോൾ J എന്ന് പറയുന്നത് എത്രാമത്തെ പൊസിഷനാ? 10ാമത്തെ പൊസിഷനാണ്. L എന്ന് പറഞ്ഞാൽ എത്രയാ? L 12ാമത്തെ പൊസിഷനാണ്, 12. അടുത്ത I എന്ന് പറയുന്നതിന്റെ പൊസിഷൻ എന്തുവാ? I എന്ന് പറയുന്നത് 9ാമത്തെ പൊസിഷനാണ്. അടുത്ത K എന്ന് പറഞ്ഞാൽ എത്രാമത്തെ പൊസിഷനാണ്? K എന്ന് പറഞ്ഞാൽ 11ാമത്തെ പൊസിഷനാണ്. ഇത് എന്താ ഇവ തമ്മിലുള്ള ബന്ധം എന്തെങ്കിലും ഉണ്ടോ? നോക്കിക്കേ, ഈ ആറിൻ്റെ കൂടെ, അതായത് എഫിൻ്റെ കൂടെ എത്ര കൂട്ടി? ഈ ആറിൻ്റെ കൂടെ 4 കൂട്ടുമ്പോൾ 10 വരൂലേ? അവിടെ 4 പ്ലസ് ചെയ്തിരിക്കുന്നത്. അടുത്ത H 8ാമത്തെ ലെറ്റർ നോക്കിയാൽ 12, അതിൻ്റെ കൂടെ എത്ര കൂടിയിരിക്കുന്നു? 4 കൂടിയിരിക്കുന്നു. അപ്പം 4 കൂടിയാണ് പോയിരിക്കുന്നത്. അപ്പൊ P എന്ന് പറയുന്ന ലെറ്റർ ശരിക്കും എത്രാമതാണെന്ന് വെച്ചാൽ 16 ആണ്. അതിനോട് 4 കൂട്ടുക. 16നോട് 4 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 20 ആണ്. അങ്ങനെയാണെങ്കിൽ T എന്ന് പറയുന്നതാണ് ഫസ്റ്റ് ലെറ്റർ വരേണ്ടത്. P എത്രയാണ്? P 16ാമത്തെ ലെറ്റർ ആണ്. അതിൻ്റെ കൂടെ 4 കൂട്ടി 20 ആണ്. 20ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 20ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ T ആണ്. T എന്ന് എഴുതി. അടുത്തത് R എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്റർ ആണ്? 18ാമത്തെ ലെറ്റർ ആണ്. 2ാമത്തെ ലെറ്ററിനോട് 8 ആണ് കൂടേണ്ടത്. R എന്ന് പറഞ്ഞാൽ 18ാമത്തെ ലെറ്റർ ആണ്. അതിന്റെ കൂട്ടത്തിൽ 2ാമത്തെ ലെറ്ററിനോട് കൂടിയിരിക്കുന്നത് 8 ആണ്. നോക്ക്, H എന്ന് പറഞ്ഞാൽ 8ാമത്തെ ലെറ്റർ ആണ്. 4 കൂടിയിരിക്കുന്നത്. അപ്പോൾ 4 കൂട്ടണം. ഓക്കെ, എത്രയാണ്? 18ാമത്തെ ലെറ്റർ ആണ്. 18ാമത്തെ ലെറ്ററിനോട് എത്ര കൂട്ടണം? 4 കൂട്ടിയപ്പോൾ 22 വരണം. അപ്പോൾ R എന്ന് പറയുന്നത് 18ാമത്തെ ലെറ്റർ ആണ്. അതിന്റെ കൂട്ടത്തിൽ 4 കൂട്ടിയപ്പോൾ 22 വന്നു. 22ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് V ആണ്. V. അപ്പൊ TV എന്ന് തന്നെ കിട്ടി. TV ഇതിനകത്ത് ഓപ്ഷൻ എന്താണ്? നമുക്ക് ഈ ഓപ്ഷൻ ഒഴിവാക്കാം, ഈ ഓപ്ഷൻ എടുക്കാം. 2 ഓപ്ഷൻ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റൂ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് O ആണ്. O എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്റർ ആണ്? 15ാമത്തെ ലെറ്റർ. 4 കൂട്ടുമ്പോൾ 19. അപ്പൊ S ആണ്. അപ്പൊ S അല്ലേ? അടുത്തത് Q എന്ന് പറഞ്ഞാൽ എത്രയാണ്? 17ാമത്തെ ലെറ്റർ ആണ്. 4 കൂട്ടുമ്പോൾ 21. U ആണ്. U. TVSU എന്ന് പറയുന്ന ഓപ്ഷൻ ഏതാണ്? 1ാമത്തെ ഓപ്ഷൻ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. AZBY നോക്കാം. അതിന്റെ ആൻസർ എന്തുവാ? AZEBY എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. AZBY. A ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് Z ഉണ്ട്. B ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് Y ഉണ്ട്. അപ്പോൾ DW, D ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് W ഉണ്ട്. ദെൻ EV, E ഉണ്ട്, അതിന്റെ ഓപ്പോസിറ്റ് V ഉണ്ട്, അല്ലേ? ഇതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്, അല്ലേ? അടുത്തത് HSIR ആണ്. HS ഉണ്ട്, I ഉണ്ട്, R ഉണ്ട്, അല്ലേ? ഒരെണ്ണം വിട്ടു. അടുത്തത് KPLO എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? KPLO എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. AKU ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് AKU എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? AKU എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ പൊസിഷൻസ് വേണമെങ്കിൽ പറയാം. AKU. A എന്ന് പറഞ്ഞാൽ 1ാമത്തെ ലെറ്റർ, K എന്ന് പറഞ്ഞാൽ 11ാമത്തെ ലെറ്റർ, U എന്ന് പറഞ്ഞാൽ 21ാമത്തെ ലെറ്റർ, അല്ലേ? അപ്പോൾ A എന്ന് പറഞ്ഞാൽ 1ാമത്തെ ലെറ്റർ, 11ാമത്തെ ലെറ്റർ, 21ാമത്തെ ലെറ്റർ. 10 കൂടിയാണ് പോയിരിക്കുന്നത്. അവിടെ ജസ്റ്റ് അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് CMWന്റെ നമുക്ക് നോക്കാം. C എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്റർ ആണ്? 3ാമത്തെ ലെറ്റർ ആണ്. C എന്ന് പറഞ്ഞാൽ 3ാമത്തെ ലെറ്റർ. M എന്ന് പറഞ്ഞാൽ 13ാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ W എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്ററാ? W എന്ന് പറഞ്ഞാൽ നമുക്ക് 23ാമത്തെ ലെറ്റർ ആണ്. ഓക്കെ, 23.
അപ്പോൾ അടുത്തത് വീണ്ടും നമുക്ക് ഡി. ഡി എന്ന് പറഞ്ഞാൽ എത്ര? 4ാമത്തെ ലെറ്റർ ആണ്. അപ്പോൾ എൻ എന്ന് പറഞ്ഞാൽ 14ാമത്തെ ലെറ്റർ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ 24ാമത്തെ ലെറ്റർ ആണ്. 24. അപ്പോൾ എങ്ങനെയാ പോയിരിക്കണേ? ഇത് എന്താണ്? 4 വെച്ച് 3 വെച്ച്. അപ്പോൾ അടുത്തത് എന്തായിരിക്കണം? 1, അടുത്തത് 2 വെച്ചായിരിക്കണം അല്ലേ? നോക്കിക്കേ, 1 വെച്ച് പറഞ്ഞിരിക്കുന്നു 11, 1, 11, 21. അടുത്തത് 3, 13, 23, 4, 14, 24. അപ്പോൾ ഇവിടെ വരേണ്ടത് എന്തുമായിരിക്കും? 2, 12, 22 ആയിരിക്കണം. 2, 12, 22 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ 2ാമത്തെ ലെറ്റർ എന്തുവാ? ബി. എല്ലാത്തിൻ്റെ ഓപ്ഷനിലും 2ാമത്തെ ലെറ്റർ ബി ആണ് എഴുതി വെച്ചു. 2 കഴിഞ്ഞാൽ അടുത്തത് 12ാമത്തെ ലെറ്റർ ആണ്. 12ാമത്തെ ലെറ്റർ ഏതാണ്? അത് എൽ ആണ്. ബി എൽ. ബി എൽ. ബി എൽ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതും നമുക്ക് ഒഴിവാക്കാം. അടുത്തത് എത്രയാണ്? 22ാമത്തെ ലെറ്റർ ആണ്. 22ാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? അത് വി ആണ്. വി. ബി എൽ വി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ആൻസർ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് എന്താണ്? ആൽഫബറ്റ്സ് അനലോഗി ആണ് പറഞ്ഞത്. ആദ്യം നമ്മൾ വേർഡ്സ് അനലോഗി പറഞ്ഞു. ദെൻ നമ്മൾ എന്തിലേക്ക് പോയി? നമ്പർ അനലോഗിയിലേക്ക് പോയി. അതിനുശേഷം നമ്മൾ ആൽഫബറ്റ് അനലോഗിയിലേക്ക് പോയി. ഇപ്പം നമ്മൾ പറയാൻ പോകുന്നത് ആൽഫബറ്റ് പ്ലസ് നമ്പർ അനലോഗിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അത് ചെയ്യാനും നമുക്ക് എന്ത് വേണം? ഇത്തരത്തിലുള്ള ടേബിൾസ് ഉണ്ട് എങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. ഡി ഇ നമുക്ക് നോക്കാം. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിയും ഇയും 4, 5 ഉണ്ടോ? 45. അപ്പോൾ ബി സി എന്തായിരിക്കും? ബി സി 23. ഓപ്ഷൻ എന്തുണ്ട്? 2ാമത്തെ ഓപ്ഷൻ 23. വളരെ ഈസിയാണ്. എന്താണ്? പൊസിഷൻസ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് അല്ലേ? എന്നാൽ അടുത്ത് നോക്കിയേ, സി 16. അപ്പോൾ നമുക്ക് നോക്കാം. സി എന്ന് പറഞ്ഞാൽ എത്ര തന്നിരിക്കുന്നു? സി 16 എന്നാണ് തന്നിരിക്കുന്നത്. സി അടുത്തത് 16. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ സി എത്രാമത്തെ ലെറ്ററാ? 3ാമത്തെ ലെറ്റർ. അപ്പോൾ അടുത്തത് ഡി എടുക്കാം. ഡിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിയുടെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 4 ആണ്. അതിൻ്റെ സ്ക്വയർ ആണ് 16 എടുത്തിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാ? സി 3ാമത്തെ ലെറ്റർ, ഡി എന്ന് പറയുന്നത് 4ാമത്തെ ലെറ്ററിന് പകരം, ഡിക്ക് പകരം എഴുതിയിരിക്കുന്നു. പൊസിഷൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 16 എഴുതിയിരിക്കുന്നു അല്ലേ? അപ്പോൾ അടുത്തത് എഫ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. എഫ് എന്ന് പറഞ്ഞാൽ അടുത്ത 6. അടുത്ത ലെറ്റർ ഏതാണ് വരേണ്ടത്? ജി ആണ് വരേണ്ടത്. അത് 7ാമത്തെ ലെറ്റർ. അതിന് പകരം അതിൻ്റെ സ്ക്വയർ ആയിട്ടുള്ള 7ാമത്തെ ലെറ്റർ 7th പൊസിഷനിലെ സ്ക്വയർ 49 എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, 2ാമത്തെ ഓപ്ഷനാണ് അവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഡി ഇ 10 ആണ്. ഡി ഇ നമുക്ക് നോക്കാം. ഡി ഇ ഓക്കെ 10 എന്നാണ് എഴുതിയിരിക്കുന്നത്. നോക്കാം, വെയിറ്റ് ചെയ്യാം. അടുത്തത് എച്ച് ഐ എത്രയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. 8, 9 ഉണ്ടല്ലേ? നോക്കാം. ഡിയുടെ പൊസിഷൻ എന്താ? 4ഉം 5ഉം രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 20. അപ്പോൾ ഡിയുടെ പൊസിഷൻ 4 ആണ്. 4ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് അതിൻ്റെ പകുതി എടുത്തപ്പോൾ നമുക്ക് 20 എന്ന് കിട്ടി. നമുക്ക് ആ റിലേഷൻ ആണെന്ന് നമുക്ക് നോക്കാം. എച്ച് ഐ ആകുമ്പോൾ എന്തിടും? എച്ചും 9ഉം 9, 8, 72. 9ഉം 8ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പകുതി എടുക്കാം. 72ൻ്റെ പകുതി 36. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, ഇതാണ്. ഇങ്ങനെ നമുക്ക് പടപടാ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്തു പോകാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, സി 70 തന്നേക്കണം. എങ്കിലെങ്കിൽ ഡി എത്ര എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. സിയും ഇയും കേട്ടോ, സിയും ഇയും 70 ആണ്. 3ഉം 5ഉം ആണ് തന്നിരിക്കുന്നത്. എന്നിട്ടാണ് അവർ 70 എന്ന് പറഞ്ഞിരിക്കുന്നു. നോക്കാം, അത് 3ാമത്തെയും 5ാമത്തെയും പൊസിഷൻ. എന്നിട്ട് അതിനെയാണ് 70 എന്ന് പറഞ്ഞിരിക്കുന്നത്. വെയിറ്റ് ചെയ്യാം, നോക്കാം. അടുത്തത് ഡി എന്ന് പറയുമ്പോൾ 4ഉം 5ഉം ആണ് അല്ലേ? 4ഉം 5ഉം, ഡിയും ഇയും എന്ന് പറയുമ്പോൾ 4ഉം 5ഉം ആണ്. അപ്പോൾ നമുക്ക് എത്ര വരുമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. നിങ്ങൾ നോക്കിക്കേ, 3, 5 ഇതിനെ നമുക്ക് 35 എന്ന് വായിച്ചൂടെ? അതിൻ്റെ ഇരട്ടി എടുത്ത് നോക്കിക്കേ. 35ൻ്റെ ഇരട്ടി എടുത്ത് കഴിഞ്ഞാൽ 70. റിലേഷൻ സെറ്റായില്ലേ? അങ്ങനെയാണെങ്കിൽ ഡി 4ഉം 5ഉം ആണ്. അതിൻ്റെ ഇരട്ടി ഒന്ന് എടുത്ത് നോക്കിക്കേ. 90 അല്ലേ ആൻസർ? ഡി 45, 90. യെസ്, എന്താണ് ഇവിടുത്തെ 90 ആണ്. അപ്പം ഇതുപോലെ നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ആവശ്യം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പടപട നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത നോക്കുക, എംഒ 13ഉം 11. എച്ച് ജെ എന്താണെന്നുള്ളതാണ്. എംഒ നമുക്ക് നോക്കാം. എം എന്ന് പറഞ്ഞാൽ 13ാമത്തെ പൊസിഷൻ. എന്നാൽ ഒ എന്ന് പറഞ്ഞാൽ എത്രയാ? ഒ എന്ന് പറഞ്ഞാൽ ഇവിടെ 11 അല്ലേ എഴുതിയിരിക്കുന്നത്. ഇവിടെ ഒ എന്ന് പറഞ്ഞാൽ ആക്ച്വലി 15 ആണ്. അതെങ്ങനെ വന്നു 11? നമുക്ക് നോക്കാം അല്ലെ? നമുക്ക് നോക്കണമല്ലോ എന്താണ് അവിടുത്തെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിരിക്കുന്നത്, നമുക്ക് നോക്കണമല്ലോ. അടുത്തത് എച്ച് ജെ നമുക്ക് നോക്കാം. എച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ എന്താണ്? 8 ആണ്.
ജെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊസിഷൻ 10 അപ്പോൾ 8, 10 അങ്ങനത്തെ ഓപ്ഷൻ ഇവിടെ ഉണ്ട്. പക്ഷേ എഴുതി വയ്ക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ എം ഒക്ക് 13, 11 എടുത്തിരിക്കുന്നത്. അവിടെ എന്താണ് 13, 15 ആണ് എഴുതിയിരുന്നെങ്കിൽ കറക്റ്റ് പൊസിഷൻ എന്നാണെന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ് കറക്റ്റ് പൊസിഷൻ അല്ല. അപ്പോൾ ഇവിടെ വേറെ എന്തോ മെത്തേഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്താണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് എം ഒക്ക് 13 കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം ചെയ്യട്ടാ. എം ഒയെ മൊത്തം എത്ര ലെറ്റർ ഉണ്ട്? അപ്പോൾ എമ്മിൻ്റെ കാര്യമാണ് ഞാൻ സംസാരിക്കാൻ പോണേട്ടാ. മൊത്തം നമുക്ക് 26 ലെറ്റർ ഉണ്ട്, 26 ലെറ്റർ ഉണ്ട്. അതിൽ നിന്ന് അതിൻ്റെ പൊസിഷൻ ആയിട്ടുള്ള 13 അങ്ങ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര തന്നെ വരും? 13. അപ്പോൾ എം 13 എന്ന് എഴുതാമേ. വെയിറ്റ്, നമുക്ക് ഓയുടെ കേസും കൂടെ നമുക്ക് നോക്കാം. ഓ മൊത്തം 26 ലെറ്റർ ഉണ്ട് കേട്ടോ. 26 ലെറ്റർ ഉണ്ട്. അതിൻ്റെ പൊസിഷൻ ആയിട്ടുള്ള 15 അങ്ങ് കുറച്ച് നോക്കി. 15 കുറച്ച് നോക്കിയപ്പോൾ നമുക്ക് 11 വന്നു. അപ്പോൾ എം ഒയുടെ റിലേഷൻ സെറ്റായി. എങ്കിൽ നമുക്ക് എച്ച് ജെ പറയാം. എച്ചിൻ്റെ പൊസിഷൻ നോക്കി. ആദ്യം 26 എടുക്കുന്നു. എച്ചിൻ്റെ പൊസിഷൻ എന്താ? എച്ചിൻ്റെ പൊസിഷൻ 8 ആണ്. 26 നിന്ന് കുറയ്ക്കാം. 8 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 18. ഓക്കെ, അടുത്തത് ജെ നമുക്ക് നോക്കാം. ജെയുടെ പൊസിഷൻ ആക്ച്വലി 10 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 26 നിന്ന് 10 കുറച്ചാൽ നമുക്ക് 16 എന്ന് കിട്ടും. അപ്പോൾ 18, 16 ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. 18, 16 എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ? നമുക്ക് 8, 10 എഴുതാൻ പറ്റില്ല. കാര്യം എന്തുകൊണ്ടാണ്? എം 13 ഓക്കെ ഞാൻ സംഭവിച്ചു. പക്ഷേ ഓ 15 ആണ്. അപ്പോൾ അത് എങ്ങനെയാണ് 15 വന്നേക്കണം? മൊത്തം 26 ലെറ്റർ ഉണ്ട്. അതിൻ്റെ പൊസിഷൻ മൈനസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം. വീണ്ടും നമുക്ക് എം ഇൻറ്റു എൻ ഈക്വൽ ടു 13 ഇൻറ്റു 14. ദെൻ എഫ് ഇൻറ്റു ആർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. എം ഇൻറ്റു എൻ, എം 13ാമത്തെ ലെറ്റർ, എൻ എന്ന് പറയുന്നത് 14ാമത്തെ ലെറ്റർ. അപ്പോൾ എന്താണ് 13, 14 തന്നെയാണ്. അപ്പോൾ എഫ് എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്ററാ? 6ാമത്തെ ലെറ്റർ ആണ് എഫ്. അത് കഴിഞ്ഞ് 6 എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്ററാ? 6 എന്ന് പറഞ്ഞാൽ 6 ഇവിടെ ഉണ്ടല്ലോ. 6, 18. 6 ഇൻറ്റു 18 എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് എങ്കിൽ എന്തായിരിക്കും റൈറ്റ് ആൻസർ? അപ്പോൾ അവിടെ എന്താ യൂസ് ചെയ്തേക്കണം? പൊസിഷനാണ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടി ബൈ ജെ ഈക്വൽ ടു 2. നമുക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പൊസിഷൻ ഒന്ന് എടുത്ത് നോക്കാം അല്ലേ? ടി എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്ററാ? 20. 20 ബൈ ജെ എന്ന് പറഞ്ഞാൽ 10. കണ്ടോ, 20നെ 10 കൊണ്ട് വായിച്ചപ്പോൾ 2 പൊസിഷൻ എന്ത് ചെയ്തിരിക്കുന്നു? ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ എക്സ് നോക്കാം. എക്സ് എന്ന് പറയുന്നത് 24 ബൈ എച്ച്. എച്ച് എത്രയാ? എച്ചിൻ്റെ പൊസിഷൻ എത്രയാ? 8. അപ്പോൾ എന്ത് വരും? 24 ആകുമ്പോൾ 24 ബൈ 8 എത്ര വരും? 3 എന്ന് പറയുന്ന ഓപ്ഷൻ വരും. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ഓപ്ഷനാണ് 3 ആണ് അവിടെ ഉത്തരമായിട്ട് വരുന്നത്. കണ്ടോ, ക്ലിയർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കവിടെ 987 IHG എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നോക്കാം. ഐ എന്ന് പറഞ്ഞാൽ 9 തന്നെയാണ്. എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാ? എച്ച് എന്ന് പറഞ്ഞാൽ 8 ആണ്. അത് കഴിഞ്ഞ് ജി എന്ന് പറഞ്ഞാൽ എത്ര തന്നെയാണ്? 7 തന്നെയാണ്. പൊസിഷൻ തന്നെയാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ 6, 5, 4. 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 എന്ന് പറയുന്ന പൊസിഷൻ ഏതാണ്? എഫ്. അടുത്ത 5 ഇ ആണ്. എഫ് ഇ. അടുത്തത് 4 ഡി ആണ്. എഫ് ഇ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ? എഫ് ഇ ഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ. കണ്ടോ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കിയേ. ബോർ എന്ന് പറയുന്ന നമ്പറിനെ 10 എന്നും ഹോട്ടൽ എന്ന് പറയുന്നതിനെ എത്ര എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് നോക്കാം. ബോർ ബി 2 ആണ്. ദെൻ ഒ എന്ന് പറഞ്ഞാൽ എത്രയാ? ഒ എന്ന് പറഞ്ഞാൽ 15 ആണ്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് ഞാൻ എത്ര എഴുതി? ഞാൻ 2 എന്ന് എഴുതി. ഒയുടെ സ്ഥാനത്ത് ഞാൻ ജസ്റ്റ് പൊസിഷൻ നോക്കുന്നതാണ് കേട്ടോ. 15. ആറിൻ്റെ സ്ഥാനത്ത് ഞാൻ 18 എന്ന് എഴുതി. 6 ഞാൻ എത്രയെന്ന് എഴുതി? 18 എന്ന് എഴുതി. ഇനി അടുത്തത് ദെൻ ഇയുടെ സ്ഥാനത്ത് ഞാൻ 5 എന്ന് എഴുതി. ഓക്കെ, ഇയുടെ സ്ഥാനത്ത് ഞാൻ 5 എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? പൊസിഷൻസ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. എത്ര കിട്ടുമെന്ന് അറിയണമല്ലോ. 5, 10, 18, 12, 20 അല്ലേ? 20 ഞാൻ 0 എഴുതി. 40 എന്നാണ് വന്നിരിക്കുന്നത്. 40 അവിടെ നിൽക്കട്ടെ. പക്ഷേ 10 എന്നാണ് അവർ എഴുതിയിരിക്കുന്നത്. നോക്കാം, വെയിറ്റ് ചെയ്യാം. നമുക്ക് ഹോട്ടലും കൂടെ നമുക്ക് നോക്കാം. ഹോട്ടലിൻ്റെ ഓരോ ലെറ്റർ നോക്കി. എച്ച് എന്ന് പറയുന്നത് എത്രാമത്തെ ലെറ്ററാ? 8 ആണ്. അടുത്തത് ഒ എന്ന് പറഞ്ഞാൽ 15ാമത്തെ ലെറ്ററാണ്. അടുത്ത ടി എന്ന് പറഞ്ഞാൽ 20ാമത്തെ ലെറ്ററാണ്. അടുത്തത് ഇ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്റർ? 5ാമത്തെ ലെറ്ററാണ്. എൽ എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ലെറ്ററാ? എൽ 12ാമത്തെ ലെറ്ററാ. ഇതെല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം അല്ലേ? ഇത്രയായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് 8, 5, 13, 13, 5, 18 അല്ലേ? 8, 5, 13, 13, 5, 18, 12, 20, 0, ശിഷ്ടം 2. 1, 2, 4, 6. 60 ആണ് വന്നിരിക്കുന്നത്. നമുക്ക് 60 ആണ് വന്നിരിക്കുന്നത്. ഓക്കെ,
നമുക്കിവിടെ ആക്ച്വലി ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 40 കിട്ടിയിരിക്കുന്നത്. 40 ഞാൻ കിട്ടി, അവിടെ വെച്ചു. 40 ഇരിക്കട്ടെ. 40 10ലേക്ക് വന്നിരിക്കുന്നു. നോക്കി, ഈ 40 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 വരുമല്ലോ. 10 വരും. 40 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 വരും. പക്ഷേ ഈ 4 എവിടെ നിന്ന് എടുത്തു എന്നുള്ളത് മനസ്സിലാക്കണം. ഇവിടെ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 4 ലെറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. എങ്കിൽ ഇവിടെ 60 എത്ര കൊണ്ട് ഡിവിഷൻ ചെയ്യണം? ഇവിടെ മൊത്തം 60 ഉണ്ട്. എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 1 2 3 4 5 5 ലെറ്റേഴ്സ് ഉണ്ട്. സോ 5 കൊണ്ട് ഡിവിഷൻ ചെയ്യണം. 5 കൊണ്ട് ഡിവിഷൻ ചെയ്യുന്നു, നമുക്ക് 12 എന്ന ആൻസർ വരും. നമ്മളിവിടെ 40 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 10 എന്ന് എഴുതി. ഇവിടെ 60 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 15 എന്ന് എഴുതിയ ഉത്തരം തെറ്റ്. അതുകൊണ്ടാണ് അവിടെ 12ഉം 15ഉം നമുക്ക് ഓപ്ഷൻ തന്നിരിക്കുന്നത്. ഏറ്റവും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇവിടെ 4 ആൽഫബറ്റ്സ് ഉണ്ട്, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ 5 ആൽഫബറ്റ്സ് ഉണ്ട്, 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഇപ്പം നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. എന്താ നമുക്ക് അടുത്ത ടൈപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്കൊരു സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 3 7 15 എന്ന് പറയുന്ന ഒരു സെറ്റ് ഓഫ് നമ്പർ നമുക്ക് തന്നിട്ടുണ്ട്. ആ സെറ്റിന് മാച്ച് ചെയ്യുന്ന ഏറ്റവും നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്, ഇതേ സിമിലാരിറ്റിയിലുള്ള, ഇതേ രീതിയിലുള്ള ഇതിനകത്തുനിന്ന് നമ്മൾ ഇഷ്ടപ്പെട്ടല്ല ഇതിന് മാച്ച് ചെയ്യുന്ന ഒരു സെറ്റ് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ നോക്കുമ്പോൾ 3ന്റെ ഇരട്ടിയോട് 1 കൂട്ടിയിരിക്കുന്നു, 7ന്റെ ഇരട്ടിയോട് 1 കൂട്ടിയിരിക്കുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 2ന്റെ ഇരട്ടിയോട് എത്രയാണ്? അല്ല. ഇവിടെ 4ന്റെ ഇരട്ടിയോട് കൂട്ടിയില്ല, 5ന്റെ ഇരട്ടിയോട് കൂട്ടിയില്ല, 7ന്റെ ഇരട്ടിയോട് കൂട്ടിയില്ല. അപ്പോൾ അതല്ല റിലേഷൻ, വേറെ എന്തോ റിലേഷൻ ഉണ്ട്. നമുക്ക് നോക്കാം. 3ന്ന് 4 കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 7 കിട്ടി. ഓക്കെ, അടുത്തത് 7നോട് 8 കൂട്ടുമ്പോൾ നമുക്ക് 15 കിട്ടി, അല്ലേ? അപ്പോൾ ആ റിലേഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 2നോട് 4 കൂട്ടി നോക്കാം. 2നോട് 4 കൂട്ടുമ്പോൾ 6 ആണ്. 6നോട് 8 കൂട്ടുമ്പോൾ ഇതല്ല, അപ്പോൾ ഇതല്ല ഓപ്ഷൻ. ഓക്കെ, അടുത്ത് നോക്കാം. 4നോട് 4 കൂട്ടുമ്പോൾ 8, 8നോട് 8 കൂട്ടുമ്പോൾ എന്തല്ല? 18 അല്ല, അപ്പോൾ ഇതല്ല ഓപ്ഷൻ. ഓക്കെ, വിടുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 5നോട് 4 കൂട്ടുമ്പോൾ 9, 9നോട് 8 കൂട്ടുമ്പോൾ 17, അപ്പോൾ ഇത് തന്നെയാണ് ഓപ്ഷൻ, റൈറ്റ് ആൻസർ. ഇതുകൂടെ നമുക്ക് നോക്കാം. 7നോട് 5 കൂട്ടിയാലേ 12 വരുള്ളൂ, അല്ലേ? 12നോട് എത്ര കൂട്ടണം? നമുക്ക് 7 കൂട്ടുമ്പോൾ, അപ്പോൾ ഇതുമല്ല ഓപ്ഷൻ. അപ്പോൾ ഏതാണ് ആൻസർ? ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ എന്താ റിലേഷൻ ഇവിടെ? 3നോട് 4 കൂട്ടി 7 കിട്ടി, 7നോട് എത്ര കൂട്ടി? 8 കൂട്ടി 15 കിട്ടി. അപ്പോൾ അതേ റിലേഷൻ എന്താണ്? അതേ രീതിയിലുള്ള നമ്പർ ഇത് മാത്രമേ ഉള്ളൂ, അല്ലേ? നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് തോന്നും 3ന്റെ ഇരട്ടിയോട് 1 കൂട്ടിയിരിക്കുന്നു, അടുത്ത് 7ന്റെ ഇരട്ടിയോട് 1 കൂട്ടിയിരിക്കുന്നു. അങ്ങനത്തെ ഓപ്ഷൻ ഇതിനകത്ത് ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എടുക്കാമായിരുന്നു, പക്ഷെ അങ്ങനെ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമുക്ക് 3 8 36 എന്നാണ് തന്നിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇതിനെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അങ്ങനെ വേണമെങ്കിൽ പറയാം, അല്ലേ? 3നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് 18 കിട്ടി. 18നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 36 കിട്ടി. ആ റിലേഷൻ നമുക്ക് നോക്കാം. 3നെ 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്, അല്ലേ? 3നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്രയേ വരുള്ളൂ? 10 വരുള്ളൂ. അപ്പോൾ 2നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 12 വരും. അപ്പോൾ ഇതല്ല. 12നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് എത്രയാണ് വരുന്നത്? 72 വരുന്നത്. 72നെ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 36 അല്ല, 72നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്നത്? പിന്നെ 12നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 72 ആണല്ലോ. 72നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 96 അല്ലല്ലോ, 144 വരണം. അപ്പോൾ അതല്ലായിരിക്കും. ഓക്കെ, അടുത്ത ഓപ്ഷൻ നോക്കാം. 4നെ നമുക്ക് 6 4 24, 24 ഇരട്ടി എടുത്ത് നോക്ക്. 24 2 കൊണ്ട് മൾട്ടിപ്ലൈ, അപ്പോൾ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. തിരിഞ്ഞും പിരിഞ്ഞും നോക്കാനില്ല. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 വരുള്ളൂ. 36ന്റെ ഇരട്ടി, പക്ഷേ എന്നാലും ഇതല്ല ആൻസർ. ഏത് തന്നെയാണ് ആൻസർ? ഓപ്ഷൻ 3 തന്നെയാണ് ഇവിടുത്തെ ആൻസർ. എന്താ സംഭവിച്ചത്? 3നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 18, 18നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 36. അപ്പോൾ അതേ റിലേഷൻ ഉള്ളത് ഏതാണ്? 4നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ 4നെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24, 24നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 48. അപ്പോൾ ആ റിലേഷൻ എവിടെ മാത്രമേ ഉള്ളൂ? ഓപ്ഷൻ 3യിലാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 7 15 31. 7 15 31. 7 15 ആയി, 15 31 നോക്കാം. നമുക്ക് 7 × 2 നമുക്ക് ചെയ്യുമ്പോൾ 14 അതിൻ്റെ കൂടെ 1 കൂട്ടിയാൽ 15 കിട്ടുമല്ലോ. യെസ്. അടുത്തത് 15 × 2 നമുക്ക് ചെയ്യുമ്പോൾ 30 അതിനോട് 1 കൂട്ടിക്കഴിഞ്ഞാൽ 31 വരുമല്ലോ. നമുക്ക് ആ റിലേഷനാണോ നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് ചെയ്ത് നോക്കാം, അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് 7ന് 13 7 13 18 ഒരു കാരണവശാലും ചാൻസ് കുറവാണ്. അപ്പോൾ നമുക്ക് 5ൻ്റെ നോക്കാം.
5 നോക്കുമ്പോൾ 5നെ 2 കൊണ്ട് പറയുമ്പോൾ എന്താണ് 10 ആണ്. 10നോടൊന്ന് കൂട്ടുമ്പോൾ 11. അതാവാൻ സാധ്യതയില്ലെന്ന് വിചാരിക്കാം, അവിടെ വിടാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തത് 9 13 എടുക്കാം. 9ന്റെ ഇരട്ടിയാണ് എന്താണ് 9നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്താണ് 18 ആണ്. അതിനോട് 1 കൂട്ടുമ്പോൾ 13. അതും ആവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമുക്ക് വീണ്ടും 5 നോക്കുമ്പോഴും 5ഉം എന്താണ് വരാൻ ചാൻസ് ഇല്ലെന്ന് നമുക്ക് വിചാരിക്കും അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടെ നോക്കാം. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 കുറച്ചിരിക്കുകയാണ്, അപ്പോൾ അത് വിട്. നമുക്ക് ഇതൊന്ന് നോക്കാം. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 10 ആണ്. 3 കൂട്ടിയപ്പോൾ നമുക്ക് 13 കിട്ടി. അതേ കൺസെപ്റ്റ് തന്നെ നമുക്ക് നോക്കാം. 13നെ നമുക്ക് എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 26. 26നോട് 3 കൂട്ടുമ്പോൾ 29. അങ്ങനത്തെ ഒരു സാധനം അല്ലല്ലോ ഇവിടെ ഉള്ളത്, അപ്പോൾ അതിനെ വിടുക. വീണ്ടും നമുക്ക് ഈ താഴത്തെയും കൂടെ നമുക്ക് നോക്കാം. 4ാമത്തെ ഓപ്ഷനും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇത് 13 ആണ്. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എന്ത് ചെയ്തു 3 കൂട്ടിയപ്പോൾ 13. അടുത്ത 13നെ എത്ര കൊണ്ട് നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 3 കൂട്ടിയപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കണം, ഇവിടെ 1 കൂട്ടി, ഇവിടെ അതിന് പകരം എന്ത് കൂട്ടി 3 കൂട്ടി. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ ചൂസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്, ഇത് എടുക്കാൻ പറ്റുമോ, പറ്റത്തില്ല. നമുക്ക് ഏതേ പറ്റത്തുള്ളൂ, ഓപ്ഷൻ 4 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് എടുക്കാൻ പറ്റത്തില്ല, അവിടെ 29 ആയിരുന്നു എടുക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഇതാണ് എന്ന് പറയുന്നത് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന സാധനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 4ാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, പക്ഷേ ഇവിടെ 1 പ്ലസ് ചെയ്തിരിക്കുന്നു, ഇവിടെ അതിന് വരെ എത്ര പ്ലസ് ചെയ്തിരിക്കുന്നു, 3 പ്ലസ് ചെയ്തിരിക്കുന്നു. പക്ഷേ അതേ റിലേഷൻ തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 63 49 35. 63 49 35 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയായിരിക്കും നമ്മൾ ഇതിൻ്റെ റിലേഷൻ നമുക്ക് നോക്കാം. ഇതെല്ലാം 7ന്റെ ഗുണിതങ്ങളാണ് അല്ലേ. നിങ്ങൾക്ക് നോക്കിയേ 63 49 35 എല്ലാം 7ന്റെ ഗുണിതങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ 63നെ എങ്ങനെ എഴുതാം, 63നെ എനിക്ക് എഴുതാൻ പറ്റുന്നത് ഇപ്പോൾ 7 × 9 എന്ന് എഴുതാൻ പറ്റി. 7 × 9. 49നെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും, അത് 7 × 7 എന്ന് എഴുതാൻ പറ്റും. 35നെ എനിക്ക് എങ്ങനെ എഴുതാം, 7 × 5 35 എന്ന് എഴുതാം. ഓക്കെ, ഇത് കണക്ക് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന നമ്പർ നോക്കാം. ഇപ്പോൾ ഇവിടെ ഈ നമ്പർ നോക്കിയേ, ഇതെല്ലാം 9ന്റെ മൾട്ടിപ്പിൾസ് ആണേ. ഓക്കെ, ഇനി ഇതെല്ലാം 8ന്റെ മൾട്ടിപ്പിൾസ്. 8 8 64, 8 5 40 വരില്ല, 8 4 32, ഇത് വരത്തില്ല. ഇതെല്ലാം 8ന്റെ മൾട്ടിപ്പിൾ അല്ല, കളയാം. ഓക്കെ, ഇത് നമുക്ക് നോക്കാം. 9 8 72, 5 40, 3 24. അപ്പോൾ ഇത് വരാൻ ചാൻസ് ഉണ്ട്, നോക്കാം. ഇതെല്ലാം എന്താണ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നമുക്ക് എടുക്കാം. ഇപ്പോൾ 72 48 6 8 48 ഇത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം എന്ന് വിചാരിക്കാം. പക്ഷേ നമ്മൾ നോക്കാം എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നമുക്ക് ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഇത് എല്ലാം 9ന്റെ മൾട്ടിപ്പിൾ. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എത്ര കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്തിരിക്കുന്നത്, 9 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യണം അല്ലേ. ഇപ്പോൾ എങ്ങനെ പറഞ്ഞാൽ ആദ്യം ഇത് എല്ലാം 7ന്റെ മൾട്ടിപ്പിൾ ആയിരുന്നു. അതിനകത്ത് 9ന്റെ മൾട്ടിപ്പിൾ ആകുമ്പോൾ 9 × 9 ആദ്യം 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു, 81. അടുത്തത് 9 × 7 ആണ്. 9 × 7 ഒരു കോമൺ നമ്പർ ആണ്. അപ്പോൾ 9 × 7 നമുക്ക് ചെയ്യുമ്പോൾ 63. അടുത്തത് 9 × 5 45. കണ്ടോ, നമ്മളിവിടെ റിലേഷൻ നമ്മൾ സെറ്റാക്കി. ഇവിടെ നോക്കിക്കേ 9 നമുക്ക് ഇതാണോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് എന്താണ് 72 ആണ് കൊടുത്തിരിക്കുന്നത്. 9 × 8 ആണ്. പക്ഷേ ഇവിടെ 9 × എത്രയാണ് മനസ്സിലേണ്ടത്, നമുക്ക് × 9 ആണ് ആദ്യം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതല്ല. ഏതാണ് ആൻസർ, ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 1ാമത്തെ ഓപ്ഷനാണ്. അതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതാണ് ഇവിടുത്തെ റിലേഷൻ. ഒരു കോമൺ നമ്പർ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വീണ്ടും തന്നിട്ടുണ്ട്. നമുക്കൊരു ഗിവൺ സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. 2 14 16 അങ്ങനെ പോകുന്നതാണ് നമ്മുടെ സെറ്റ്. 2 ആണ്, 14 ആയി, അത് 16 ആയി. ഓക്കെ, എന്ത് സംഭവിച്ചിരിക്കുന്നു നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ഇവിടുത്തെ റിലേഷൻ, എന്താണ് ഇവിടുത്തെ ഒരു മെത്തേഡ് നമുക്ക് നോക്കാം. 2 14 16 എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും? ഇപ്പം എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, 2നെ 7 കൊണ്ട് ഗുണിച്ചാൽ 14 കിട്ടുമെന്നും 2നെ 8 കൊണ്ട് ഗുണിച്ചാൽ 16 കിട്ടുമെന്നും എനിക്ക് എന്ത് ചെയ്യാം, എനിക്കൊന്ന് കണക്ട് ചെയ്യാം. അതുപോലെ ഇവിടെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടോ? ഇല്ല. ഒന്നാമത്തത് അങ്ങനെ പറ്റുന്നില്ലേ. അടുത്ത ഓപ്ഷൻ നോക്കിയേ, 3നെ 7 കൊണ്ട് ഗുണിച്ചാൽ 21, 3നെ 8 കൊണ്ട് ഗുണിച്ചാൽ 24. അപ്പോൾ ഇത് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അടുത്ത ഇത് നോക്കി, 4നെ 4 കൊണ്ട് ഗുണിച്ചാൽ 16, 4നെ അടുത്ത എത്ര കൊണ്ട് ഗുണിക്കണം, 4നെ 4 കൊണ്ട് ഗുണിച്ചാലാണ്, 4നെ 7 കൊണ്ട് ഗുണിച്ചാലല്ല. ഇവിടെ 2 സ്ഥലത്ത് 7 8 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഇവിടെയും 7 8 കൊണ്ടാണ്. അപ്പോൾ ഇതെന്താ ഏറ്റവും നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് ഇതാണ് കേട്ടോ.
2നെ 7 കൊണ്ട് ഗുണിച്ച് 14, 7നെ 8 കൊണ്ട് ഗുണിച്ച് 16, അപ്പോൾ 3നെ 7 കൊണ്ട് ഗുണിച്ച് 21, അപ്പോൾ 3നെ 8 കൊണ്ട് ഗുണിച്ച് 24, അപ്പോൾ എന്തോരും 3, 21, 24 നമുക്കിവിടെ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഓക്കെ, വീണ്ടും നമുക്ക് തരുന്നുണ്ട് 6, 36, 63. നോക്കാം എന്താണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് നമുക്ക് നോക്കാം. 6ന്റെ സ്കോറാണ് 36. ഈ 36 ഡിജിറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്കൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് 63 കിട്ടും അല്ലേ? നമുക്ക് അങ്ങനത്തെ ഏതെങ്കിലും നമുക്ക് റിലേഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. 749 നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ എന്തോരും 94 വരേണ്ടത്. പക്ഷേ അവിടെ നമ്മൾ 98 എഴുതിയിരിക്കുന്നത്. അത് വിടുക. ഓക്കെ, നമുക്ക് നോക്കാമല്ലോ വേറെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടോ നോക്കാമല്ലോ. 9981, അപ്പോൾ അതല്ല, അതാവാനും ചാൻസ് ഇല്ല അല്ലേ. 9981 81, അപ്പോൾ ഇതും ആവാനും ചാൻസ് ഇല്ല. അപ്പോൾ ഇതല്ല എന്നുള്ളത് മനസ്സിലായി. ജസ്റ്റ് നോക്കാം. 8, 8, 64 ഡിജിറ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് 46. ഓപ്ഷൻ ഇത് തന്നെ ആൻസർ. അങ്ങോട്ട് നോക്കണ്ടേ, ഇവിടെ എന്താണ് 11 സ്കോർ 121, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് 84 വരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സെറ്റായി. 8ന്റെ സ്കോർ 64, 64നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടപ്പോൾ 46. നമുക്ക് 6ന്റെ സ്കോർ 36, 36നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിജിറ്റ്സ് അങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ എന്ത് കിട്ടി? 63 കിട്ടി. ഇത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തുവാ? 4, 10, 15. 4 10 ആയി, 10 എന്തായി? 15 ആയി. നോക്കാം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, എന്താണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് നമുക്ക് നോക്കാം. ഞാനേ 4ന്റെ കൂടെ 6 കൂട്ടിയാൽ എനിക്ക് 10 കിട്ടുമേ. അടുത്ത 10ൻ്റെ കൂടെ 5 കൂട്ടിയാൽ എനിക്ക് 15 കിട്ടും. ഓക്കെ, വേറെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടോ നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും നോക്കണമല്ലോ. നോക്കാം. ഇതിൽ 3നോട് എത്ര കൂട്ടാം? 3നോട് നമ്മൾ 3 കൂട്ടുമ്പോൾ 6. 3നോട് 3 കൂട്ടുമ്പോൾ 6 കിട്ടി. ഇനി 6നോട് 6 കൂട്ടുമ്പോൾ 12. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കുറഞ്ഞാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാവാൻ ചാൻസ് ഇല്ല. അടുത്ത് നോക്കിയേ. 2നോട് 6 കൂട്ടിയപ്പോൾ 8. അടുത്ത 8നോട് 2 കൂട്ടിയപ്പോൾ 10. അപ്പോൾ ഇതാവാനും ചാൻസ് ഇല്ല. രണ്ടും എന്താണ്? ബന്ധമല്ല. അടുത്ത ഇത് നോക്കാം. 5, 12, 18 നോക്കാം. 5നോട് 7 കൂട്ടിയപ്പോൾ 12. 12നോട് 6 കൂട്ടിയപ്പോൾ 18. അപ്പോൾ ഇതാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നോക്കിയേ, ഇവിടെ ആദ്യം 6 കൂട്ടി, അത് കഴിഞ്ഞ് 5 കൂട്ടി, ഇവിടെ 7 കൂട്ടി, അത് കഴിഞ്ഞ് 6 കൂട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വരാനാണ് ചാൻസ് എന്ന് തോന്നുന്നു കേട്ടോ. ഇതും കൂടെ നമുക്ക് നോക്കാം. 7നോട് 3 കൂട്ടി, അടുത്ത് എന്ത് ചെയ്യണം? അടുത്തത് 4 കൂട്ടാളെ, പക്ഷെ 4 കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഓപ്ഷൻ 3ാമത്തെ ഓപ്ഷനാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് 32, 24, 8. അപ്പോൾ എനിക്ക് തോന്നുന്നു 8 × 8 3 24, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. 8 4 32, 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതേ കൺസെപ്റ്റ് എവിടെയെങ്കിലും ഉണ്ടാകും നമുക്ക് നോക്കാം. 16 × 3 30 അല്ല, അതല്ല. 0 അല്ല, 14 അതുമല്ല, 42 32 അതുമല്ല. അപ്പോൾ ആ റിലേഷൻ അല്ല അല്ലേ. വേറെ ഏതെങ്കിലും നമുക്ക് റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതല്ലാതെ വേറെ ഏതെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിഫറൻസ് ഒന്ന് എഴുതി നോക്കിയാലോ. 32 24 നമ്മുടെ ഡിഫറൻസ് 8 ആണ്. 24 8 നമ്മുടെ ഡിഫറൻസ് 16. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ഏതെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നമുക്ക് 42 34 നമ്മുടെ ഡിഫറൻസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ 42 34 34 എത്ര കൂട്ടണം? നമുക്ക് 34 8 കൂട്ടുമ്പോൾ നമുക്ക് വന്നല്ലേ 8. ഓക്കെ, 34 16 ആകുമ്പോഴത്തേക്ക് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ നോക്കുമ്പോൾ എന്താണ്? 18 ആണ്. 18 അല്ലേ? 18 അല്ലേ? അപ്പോൾ ഇവിടെ 8 18 ആണ്. അപ്പോൾ അതാവാൻ സാധ്യതയില്ലെന്ന് വിടാം. അടുത്തത് 24 16. 24 16 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇവിടെ എന്താണ്? 8 വന്നിരിക്കുന്നു. 8 ആണ് കുറഞ്ഞിരിക്കുന്നത്. വീണ്ടും എത്ര കുറഞ്ഞിരിക്കുന്നു? 16 കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ 8 16 സ്വാഭാവികമായിട്ട് ഇത് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അടുത്ത് നോക്കാം. 34 ഇതെത്ര കുറഞ്ഞിരിക്കുന്നു? 10 കുറഞ്ഞിരിക്കുന്നു. അടുത്ത എത്ര? വീണ്ടും എത്ര കുറഞ്ഞിരിക്കുന്നു? 10. അപ്പോൾ ഇതല്ല എന്തായാലും. അപ്പോൾ ഇത് നോക്കാം. ഇതെന്താണ്? കൂടിയാണ് പോയിരിക്കുന്നത്. എത്ര കൂടിയിരിക്കുന്നു? 6 കൂടിയിരിക്കുന്നു. അടുത്ത എത്ര കൂടിയിരിക്കുന്നു? 10 കൂടിയിരിക്കുന്നു. അപ്പോൾ ഇതും അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? നമ്മൾ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കിട്ടി. 24 16 0 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്തുവാ? വീണ്ടും 5 9 16 എന്ന് തന്നിരിക്കുന്നത്. 5 ആയി 9 ആയി 16 ആയി. എന്താണ് ഇതിൻ്റെ റിലേഷൻ നമുക്ക് നോക്കാം. അതേ റിലേഷൻ നോക്കാം അല്ലേ. 5നോട് 4 കൂട്ടുമ്പോൾ 9 കിട്ടി. അടുത്ത 9നോട് 7 കൂട്ടുമ്പോൾ 16 കിട്ടി. ആ റിലേഷൻ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കാം. 4നോട് 4 കൂട്ടി, അതിനുശേഷം 8 കൂട്ടി. 4 8. പക്ഷേ ഇവിടെ 9ഉം 7ഉം ആണ്. ആദ്യം 4ആണ് കൂടിയത്. പിന്നെ നേരെ അടുത്തത് 7 ആണ് കൂടിയത്. ഓക്കെ, 4ഉം 7ഉം ആണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 8 ആണ്. അപ്പോൾ ഇത് നോക്കാം. അടുത്ത റിലേഷൻ കൂടെ നോക്കാം നമുക്ക്. ആദ്യം എത്ര കൂടിയിരിക്കുന്നു? 3 കൂടിയിരിക്കുന്നു.
പിന്നെ വീണ്ടും അടുത്ത 3 കൂടിയിരിക്കുന്നു. അപ്പോൾ 2 ഒരേ നമ്പർ ആയതുകൊണ്ട് ചിലപ്പോൾ ആവാൻ സാധ്യതയില്ല. ഓക്കെ, വിടുക. അടുത്തത് 7, 11. 7, 11 പറയുമ്പോൾ 4 കൂടിയിരിക്കുന്നു. 11 എത്ര? അടുത്ത 7 കൂടിയിരിക്കുന്നു. സെയിം റിലേഷൻ. ഇതാ ഒന്നും നോക്കാനില്ല, ആൻസർ എത്രയും നേടി. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് അടുത്ത കൂടെ വേണമെങ്കിൽ നോക്കാം. എത്ര കൂടിയിരിക്കുന്നു? 3 കൂടിയിരിക്കുന്നു. അടുത്ത 2 ആണ്. അപ്പോൾ ഇതല്ല, തിരിഞ്ഞു നോക്കണ്ട. എത്രയാണ് ഓപ്ഷൻ? ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ എന്താണ്? ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യം കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി അങ്ങനെയുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. സെലക്ട് എന്താണ് ദ പെയർ ഓഫ് വേർഡ്സ് ഫ്രം ദ ഗിവൺ ഓപ്ഷൻസ് ദാറ്റ് ഷെയർ എ സിമിലർ റിലേഷൻഷിപ്പ്. നമുക്ക് പ്രഷർ ഉണ്ട്, അത് ബാരോമീറ്റർ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം പ്രഷർ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് സാധനമാണ് എന്ന് പറയുന്നത്? ബാരോമീറ്റർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തെർമോമീറ്റർ ഉണ്ട്. തെർമോമീറ്റർ എന്തല്ല? വോളിയം അളക്കാനുള്ളതല്ല. അപ്പോൾ അത് വിടുക. ദെൻ നമുക്ക് സ്കെയില് സെക്കൻഡ്. ഒരിക്കലും നമുക്ക് എന്താണ് സ്കെയില് സെക്കൻഡ് അളക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമല്ല. അത് സ്വാഭാവികമായിട്ട് എന്തിനാണ് നമുക്ക് അവിടെ ആൻസർ കിട്ടുന്നത്? സ്കെയില് എന്ത് അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്? നമുക്ക് ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ വോൾട്ട് മീറ്റർ ഉണ്ട്, അത് ഹീറ്റ് അളക്കാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും അല്ല എന്ന് മനസ്സിലായി. സോ അടുത്ത കറണ്ട് അമ്മീറ്റർ. അപ്പോൾ ഇതാണ് ആൻസർ അല്ലേ? കറണ്ട് ആണ് ഇവിടെ ആൻസർ. എന്താ വരുന്നത്? കറണ്ട് അളക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് അമ്മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പ്രഷറിന് നമ്മൾ ബാരോമീറ്റർ നമ്മൾ യൂസ് ചെയ്യും. തെർമോമീറ്റർ അല്ല, എന്താണ്? വോളിയം അല്ല. ഓക്കെ, തെർമോമീറ്റർ വോളിയം അല്ല എന്നുള്ള കാര്യം അറിയാം. അതുപോലെ തന്നെ സ്കെയില് എന്താണ്? ഡിസ്റ്റൻസ് അളക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്കറിയാം. അതിപ്പോൾ അത് ഒഴിവാക്കുക. വോൾട്ടിമീറ്റർ എന്ന് പറയുന്നത് ഹീറ്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. സോ നമുക്കിവിടെ ആൻസർ എന്താ വരുന്നത്? കറണ്ട് എന്ന് പറയുന്നത് അമ്മീറ്റർ ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? 17, 361, 21 എത്രയെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 17, 361 എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ 21 എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 42, 112 ആയി. 54 എന്തായിരിക്കും? 78, 208 എന്ന് പറയുന്ന റിലേഷൻഷിപ്പിലാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് എന്തായിരിക്കും എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, ഇതും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് അവസാനിപ്പിച്ച് ഈ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് അനലോഗി ആൻഡ് സിമിലാരിറ്റിയുടെ കംപ്ലീറ്റ് ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് വരുന്നത്. ഈ 2 ക്വസ്റ്റ്യനും കൂടെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 17 എങ്ങനെ 361 വരും? 21 എങ്ങനെ നമുക്ക് ഏതിലേക്കായിരിക്കും നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് ഇതിന്റെ നമുക്ക് റിലേഷൻ നോക്കാം. അപ്പോൾ നോക്കാം, ഇവിടെ എനിക്ക് തന്നിട്ടുണ്ട് 17, 361, 21 എന്താണെന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ഫുഡ് സേഫ്റ്റി ഓഫീസറിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. കണ്ടോ, എന്ത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, 17, 361 ആയി. എങ്ങനെയാ 17, 361 ആയിരിക്കണേ? ഇപ്പൊ ഞാൻ പറയാണ് 361 പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഏതിന്റെ സ്ക്വയറാ അത്? 19ന്റെ സ്ക്വയർ ആണ് ഏതെന്ന് പറയുന്നത് 360. അപ്പോൾ 17 എങ്ങനെയാണ് 19ലേക്ക് വന്നത്? 17നോട് 2 കൂട്ടിയിട്ട് അതിന്റെ സ്ക്വയർ എടുത്തിരിക്കുന്നു. അതേ റിലേഷൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. 21നോട് 2 കൂട്ടുക, 21നോട് 2 കൂട്ടിയിട്ട് നമുക്ക് സ്ക്വയർ എടുക്കാം. അപ്പോൾ 21നോട് 2 കൂട്ടുമ്പോൾ 23 ആണ്. 23ന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ആവശ്യമില്ല. 529 ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് അല്ലേ? 529 ആണ് അല്ലേ? വൺസ് പ്രൈസ് നോക്കുമ്പോൾ 23ന്റെ സ്ക്വയർ എത്രയാണ്? 529. സംശയം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. 23ന്റെ സ്ക്വയർ എടുക്കുന്നു. 094 ആണ്. 23 6 12 അല്ലേ? എന്ത് ചെയ്യുന്നു? 925 എത്രയാണ്? 529 തന്നെയാണ് ഏതിന്റെ 23ന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. നമുക്ക് ആൻസർ കിട്ടി അല്ലേ? യെസ്, അവസാനത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ട് ഞാൻ തരുന്നു. 42, 112, 54. ദാ ഇവിടെ ഒരു ചോദ്യചിഹ്നമുണ്ട്. 78, 208 എന്താണ് ഇതിന്റെ റിലേഷൻ എന്ന് നോക്കുക. കൃത്യമായിട്ട് നിങ്ങൾ ആൻസർ കമന്റ് ചെയ്യുക. ഓക്കെ, ഈ ക്ലാസ് മുഴുവനും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇതിന്റെ ആൻസർ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഈ വീഡിയോ ക്ലാസ്സിന്റെ അവസാനം നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പൊ നമ്മൾ FSO അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ, സെൻട്രൽ ഫുഡ് സേഫ്റ്റി ഓഫീസറിന്റെ വീണ്ടും മെന്റൽ എബിലിറ്റി ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഒരൊറ്റ ലക്ഷ്യം, ഞാൻ പറഞ്ഞു, നമ്മുടെ സിംഹമാണ് നമ്മൾ. സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണോ ആ ഒരു ആറ്റിറ്റ്യൂഡിലായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ശ്യാം സഹകാരിയോടൊപ്പം നമ്മൾ ഒരുമിക്കുന്നു. നമ്മളിതാ ആത്മാർത്ഥമായിട്ട് നമ്മൾ പഠിക്കുന്നു. അപ്പൊ വീണ്ടും കാണാം അടുത്ത ക്ലാസ്സുമായിട്ടും. അതുവരേക്കും ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.